2 യോഹന്നാൻ, അതുപോലെ 3 യോഹന്നാൻ. ഇതെല്ലാം വേദപുസ്തകത്തിൻ്റെ പോസ്റ്റ് കാർഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഒരു സിംഗിൾ പേജിൽ കിടക്കുന്ന ഒന്നാണ് യൂദയുടെ ലേഖനം. 20-ാം വാക്യമാണ് നാം ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ കൃപയാൽ ധ്യാനിക്കുന്നത്. നിങ്ങളോ പ്രിയമുള്ളവരെ, യൂദയുടെ ലേഖനം 20-ാം വാക്യം, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും മതി. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും. ബട്ട് ഈ ബിലവഡ് ബിൽഡപ്പ് യുവർ സെൽഫ്, ബിൽഡപ്പ് യുവർ സെൽഫ്, നിങ്ങളെ പണിയുക, നിങ്ങളെ പണിയുക. ബട്ട് ഈ ബിലവഡ് ബിൽഡപ്പ് യുവർ സെൽഫ്, നിങ്ങളെ നിങ്ങൾ തന്നെ പണിയുക. ഈ ബൈബിൾ സ്റ്റഡിയുടെ തലക്കെട്ട് ഇതാണ്: പണിപ്പുരയിൽ. പണിപ്പുരയിൽ. ആരുടെ പണിപ്പുരയിൽ? ദൈവത്തിൻ്റെ പണിപ്പുരയിൽ. ദൈവത്തിൻ്റെ പണിപ്പുരയിൽ കർത്താവ് നമ്മെ പണിതുകൊണ്ടിരിക്കുന്നു. ആരെപ്പോലെ? യേശു കർത്താവിനെ പോലെ. സോ യേശു കർത്താവിനെ പോലെ ദൈവമായ കർത്താവ് നമ്മെ ഇതാ പണിതുകൊണ്ടിരിക്കുന്നു. നിങ്ങളോ പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞാൽ അതിന് മുകളിലുള്ളതായ കുറേ വാക്യങ്ങളിൽ ദൈവ ഭക്തി വിട്ടുപോകുന്നതായ ആ ഭക്തിയെക്കുറിച്ച് വിശദമായി പറഞ്ഞു വരികയാണ്. കയ്യിൻ്റെ യാഗം, ബിലിയാമിൻ്റെ വടി, കോരഹൻ്റെ മത്സരം എന്നു തുടങ്ങി അപ്പോസ്റ്റസി ആഴ്ചകൾ കൊണ്ട് നമ്മൾ കേൾക്കുകയാണ്. വിശ്വാസ ത്യാഗം സംഭവിച്ചത് 4-ാം വാക്യം മുതൽ 19-ാം വാക്യം വരെ പറയുകയാണ്. യൂദ 4-ാം വാക്യം മുതൽ 19-ാം വാക്യം വരെ വിശ്വാസ ത്യാഗത്തിൻ്റെ ദീർഘമായ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ട്, നിങ്ങൾ അവരെ പോലെയല്ല, നിങ്ങൾ ആ ക്ലബിൽ അല്ല, നിങ്ങളുടെ വിശ്വാസം താഴ്ചയിലേക്കും തകർച്ചയിലേക്കും അല്ല, പകരം നിങ്ങളുടെ വിശ്വാസം മേലേക്ക് പണിത് ഉയർത്തുകയാണ്. നിങ്ങളുടെ വിശ്വാസം മേലേക്കാണ്. കൃപയിൽ നിന്ന് കൃപയിലേക്ക്, ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്, ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ പണിപ്പുരയിലാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ആയിരിക്കുന്നത്. ഭൗതികമായി, ശാരീരികമായി, സാമ്പത്തികമായി, പുറത്തുള്ള സകല വിഷയങ്ങൾക്കും പ്രശ്നം എവിടെ നിന്നാണ്? ആത്മീയമാണ് പ്രശ്നം. ആത്മീയതയിൽ പരിഹാരമുണ്ടായാൽ നിങ്ങളുടെ പുറത്തുള്ളതായ കാര്യങ്ങൾക്ക്, ഭൗതിക കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടായിരിക്കും. ഒരിക്കൽ കൂടെ, ആത്മീയതയ്ക്ക് പരിഹാരമുണ്ടായാൽ ഭൗതികതയ്ക്ക് സ്തോത്രം നാച്ചുറലി പരിഹാരമുണ്ടായിരിക്കും. മത്തായി 6:33 എല്ലാവർക്കും അറിയാവുന്ന വാക്യം, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ. സോ ആത്മീയതയ്ക്ക് അകത്ത് പരിഹാരം ആദ്യം വരണം. അകത്ത് പരിഹാരം വന്നാൽ പുറത്ത് പരിഹാരം ഉണ്ടാകും. 100 കണക്കിന് പ്രയർ റിക്വസ്റ്റുകൾ വരുന്നു. നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണല്ലോ. മോളെ കെട്ടിക്കണം, മോന് ജയിലിൽ കിട്ടണം, അവർക്ക് സൗഖ്യമാകണം, വീട് വെക്കണം, കടഭാരം മാറണം, വിദേശത്ത് പോകണം, അങ്ങനെ നല്ല നല്ല ആഗ്രഹങ്ങൾ നമുക്കുണ്ട്, ആവശ്യങ്ങളുമുണ്ട്, അത്യാവശ്യങ്ങളുമുണ്ട്. ഈ പാൻഡമിക് കണ്ടീഷനിൽ, ഈ മഹാവ്യാധി ദിവസങ്ങളിൽ കുറേ ആവശ്യങ്ങളുടെ നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എന്നാൽ ആവശ്യങ്ങളിൽ അത്ഭുതം ദൈവം ചെയ്യുവാൻ ആദ്യം അകത്ത് പരിഹാരം ഉണ്ടാകണം. നിങ്ങളുടെ ആത്മീയ വിടുതലാണ് ഭൗതികത്തിൻ്റെ സകല കാര്യങ്ങളിലും വിടുതൽ ഉണ്ടാകുന്നത്. യേശു കർത്താവ് ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നതായ വേളയിൽ ഭൗതികമായി പല കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ലായിരുന്നു, പരിഹാരമില്ലായിരുന്നു. കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ ലോകത്തിലെ കാര്യത്തിന് പരിഹാരം വരുത്താനല്ല യേശു വന്നത്. ഒരിക്കൽ കൂടെ, യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ ലൗകിക ആവശ്യങ്ങൾക്ക് പരിഹാരം വരുത്താനല്ല യേശു വന്നത്. സ്തോത്രം. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം മാത്രം പറയാം. യേശു ഈ ലോകത്തിലായിരിക്കുന്ന സമയത്ത് അടിമത്തം ഉണ്ടായിരുന്നു, സ്ലേവറി, അടിമത്തം ഉണ്ടായിരുന്നു. കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിൻ്റെ ഭൗതികമായ അടിമത്തത്തെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയില്ല. എന്നാൽ ആത്മീയ അടിമത്തത്തെക്കുറിച്ച് അവൻ സംസാരിക്കുകയുണ്ടായി. അർത്ഥം, ആത്മാവിൽ സ്വതന്ത്രമായാൽ മാത്രമേ ഭൗതികമായി പുറമേയുള്ളതായ അടിമത്തം തകർക്കപ്പെടത്തുള്ളൂ. ആദ്യം അകത്ത് വിടുതൽ വന്നാൽ മാത്രമേ പുറത്തും വിടുതൽ വരത്തുള്ളൂ. അകത്ത് സൗഖ്യം വന്നാൽ മാത്രമേ പുറത്ത് സൗഖ്യം വരേണ്ടത്. അതുകൊണ്ട് ആദ്യം വിടുതൽ നടക്കേണ്ടത് പേഴ്സിലോ, തൊഴുത്തിലോ, ഓഫീസിലോ,
ബാങ്ക് അക്കൗണ്ടിലോ ഒന്നുമല്ല. ആദ്യം അകത്ത് നിങ്ങളുടെ വിശ്വാസ ജീവിതം പണിയപ്പെടണം. അതാണ് വേദപുസ്തകത്തിൻ്റെ പാറ്റേൺ. അതാണ് നാസ്രയത്തിലെ ആശാരിയുടെ പരിപാടി. നിങ്ങളുടെ അകത്ത് വിടിവിക്കപ്പെടുമ്പോൾ നിശ്ചയമായി ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതായ സകല കാര്യാദികൾ സംടൈംസ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. കാരണം നിങ്ങളുടെ ആവശ്യം നിങ്ങൾ പ്രാർത്ഥിച്ചല്ല ദൈവത്തെ അറിയിക്കുന്നത്. സർവജ്ഞാനിയായ ദൈവത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കാതെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയാം. ചോദിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ അത്യന്തപരമായി ദൈവം അതിനുവേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തിയെ, അത്ഭുതത്തെ, കരുതലിനെ ഒക്കെ കർത്താവ് വെളിപ്പെടുത്തും. അതിനായി അകത്ത് ആത്മീയമായ പണി നടക്കട്ടെ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധനവ് വരുത്തി. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ് ഈ ബൈബിൾ സ്റ്റഡിക്കൽ. കർത്താവിലുള്ളതായ പണി. സ്തോത്രം. ക്രിസ്തുവിലുള്ളതായ പണി. കർത്താവിൽ നമ്മൾ പണിയപ്പെടേണ്ടത്. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ക്രിസ്തുവിൽ പണിയപ്പെടുക, ക്രിസ്തുവിൽ പണിയപ്പെടുക. സ്തോത്രം. അതെ, പൗലോസ് അപ്പോസ്തലൻ എഫേസ് ലേഖനത്തിൽ സഭയെ നോക്കി പറഞ്ഞിരിക്കുന്നതായ ഒരു വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇതാ പേഴ്സണൽ, വ്യക്തിപരമായി നാം പണിയുന്നതിനെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ. ആരാണ് കോർണർ സ്റ്റോൺ? യേശുവാണ് മൂലക്കല്ല്. മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. പൗലോസും പറയുന്നു ക്രിസ്തുവാണ് മൂലക്കല്ല്. പത്രോസും പറയുന്നു യേശു കർത്താവാണ് മൂലക്കല്ല്. 21-ാം വാക്യം വായിക്കുമ്പോൾ അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. 20-ാം വാക്യം, അവസാന വാക്യം. സ്തോത്രം. അതെ, 20-ാം വാക്യം. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ. നിങ്ങളെ എന്നെഴുതിയിരിക്കുന്നത് അത് പേഴ്സണലാണ്. സ്തോത്രം. നിങ്ങളെ അപ്പോസ്തലന്മാർ, ഓരോരുത്തരെ അപ്പോസ്തലനും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഇനി 22-ാം വാക്യത്തിൽ കുറച്ചുകൂടെ വ്യക്തമായി കാണുവാൻ കഴിയും. അവനിൽ നിങ്ങളെയും പേഴ്സണലി ദൈവത്തിൻ്റെ നിവാസമാക്കേണ്ടതിന് ആത്മാവിൽ ഒന്നിച്ച് പണിത് വരുന്നു. ആത്മാവിൽ ഒന്നിച്ച് പണി വരുന്നു. സോ ആത്മീയമായി നിങ്ങളെ കർത്താവ് പണിത് വരികയാണ്. പേഴ്സണലി ദൈവമായി കർത്താവ് വിശ്വാസ ജീവിതത്തിൽ നിങ്ങളെ പണിക്കുന്നു. രണ്ടാമതായി കളക്റ്റീവായി പണിയുന്നതായ ഒരു പണിയെക്കുറിച്ച് സ്തോത്രം തിരുവചനം പറയുന്നു. അതെ, കളക്റ്റീവായി പറയുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ, ജീവനുള്ള കല്ല് അല്ല, ജീവനുള്ള കല്ലുകൾ, ബഹുവചനം. കളക്റ്റീവായി ദൈവസഭയെക്കുറിച്ച് പറയുകയാണ്. നിങ്ങളും ജീവനുള്ളതായ കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിതവർഗമായി പണിയപ്പെടുന്നു. സോ മനസ്സിലാക്കണം, യൂദയുടെ ലേഖനം 20-ാം വാക്യത്തിൽ, എഫേസ് ലേഖനത്തിൽ വ്യക്തിപരമായ പണിയെക്കുറിച്ച് പറഞ്ഞിട്ട് പത്രോസ് പറയുകയാണ്, കളക്റ്റീവായി, ഒരു കൂട്ടമായി, കോൺഗ്രിഗേഷനായി, സഭയായി നിങ്ങൾ പണിയപ്പെടുന്നു. നിങ്ങൾ വ്യക്തിപരമായി പണിയപ്പെടുന്നു കർത്താവിൽ. 2, സഭയായി ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ പണിയപ്പെടുന്നു. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 32-ാം വാക്യത്തിൽ പൗലോസ് എഫെസോസ് പട്ടണത്തിൽ നിന്ന് തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഒരു കാര്യം പറയുകയാണ്. 3 വർഷത്തോളം പൗലോസ് എഫെസോസ് സഭയിൽ അപ്പോസ്തലനായി മാത്രമല്ല അവരുടെ ഇടയനായി അവിടെ ശുശ്രൂഷിക്കുകയുണ്ടായി. പൗലോസിൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ താൻ ചെലവഴിച്ച പട്ടണമായിരുന്നു എഫെസോസിലെ സഭ, അല്ലെങ്കിൽ എഫെസോസ് പട്ടണത്തിലാണ് പൗലോസ് ദീർഘകാലം ദൈവത്തിൻ്റെ കൃപയാൽ ശുശ്രൂഷിച്ചത്. അപ്പോസ്തലന്മാരെ കുറിച്ച് ചോദിച്ചാൽ അവർ സിമെന്റ് ബ്ലോക്സ് അല്ല, അവരെല്ലാവരും സ്തോത്രം ഒരു റോളിംഗ് സ്റ്റോൺ ആണ്. ഫ്രം പ്ലേസ് ടു പ്ലേസ് ആൻഡ് സിറ്റി ടു സിറ്റി, നേഷൻ ടു നേഷൻ ദൈവത്തിൻ്റെ കൃപയാൽ അവർ ഇങ്ങനെ സ്തോത്രം ഉരുണ്ടുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. അതാണ് അപ്പോസ്തലൻ്റെ പ്രത്യേകത. അങ്ങനെ 3 വർഷം താൻ അപ്പോസ്തലിക ശുശ്രൂഷ എഫെസോസ് പട്ടണത്തിൽ ചെയ്തിട്ട് തൻ്റെ വിടവാങ്ങൽ പ്രസംഗം അവിടെ നടത്തുകയാണ്. ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഇനി പൗലൂസിനെ അവർക്ക് കാണുവാൻ കഴിയത്തില്ല. പൗലൂസ് അവിടെ നിന്ന് വിടവാങ്ങിയാണ്. വളരെ
വികാരനിർഭരമായ ഒരന്തരീക്ഷമാണ് അത്. ഈ ലോകത്തിൽ ഇനി ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അവനെ കാണുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കരഞ്ഞു വിളിച്ച് വേദനിച്ച് ഇരിക്കുന്നതായ ഒരു സമയമാണ്. അല്ല, ഞങ്ങളുടെ പാസ്റ്റർ എങ്ങനെയും ഈ പുള്ളി ഒന്ന് പോയാൽ മതി, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ എന്ന് പാട്ടുപാടിയല്ല അവർ ഇരുന്നത്. പൗലൂസിനെ ഇനി കാണുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് വളരെ വ്യസനത്തോടെ അവർ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും അവസാനത്തെ പ്രസംഗം പൗലൂസ് പറയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കണമല്ലോ ഏറ്റവും അവസാനം പറയുന്നത്. അവിടെയും പറയുന്ന വിഷയം എന്താണ്? സ്തോത്രം, നിങ്ങൾ ആത്മീയ വർധനവ് അല്ലെങ്കിൽ കർത്താവിൽ നിങ്ങൾ പണിയപ്പെടണം. സ്പിരിച്വൽ എഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ആത്മീയ വർധനം എന്ന് പറഞ്ഞാൽ കർത്താവിൽ നിങ്ങൾ പണിയപ്പെടണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഏറ്റവും വലിയ അജണ്ട അത് തന്നെയായിരിക്കണം. എന്താണ്? നിങ്ങൾ ആത്മീയ വർധനവ് പ്രാപിക്കണം. നിങ്ങളുടെ പാസ്പോർട്ടിൽ വിസകൾ നിറയുകയോ, നിങ്ങൾക്ക് സമ്പാദ്യം വർദ്ധിക്കുകയോ, നിങ്ങളുടെ അക്കൗണ്ടിൽ പണം പെരുകുകയോ ഒന്നുമല്ല. പകരം നിങ്ങളുടെ നമ്പർ 1 പ്രയോറിറ്റി നിങ്ങളുടെ ആത്മീയ വർധനവ് തന്നെ ആയിരിക്കണം. എഫെസോസ് സഭയോട് മാത്രമല്ല, കൊരിന്ത്യ സഭയോടും പൗലോസ് പറയുന്നു. 1 കൊരിന്ത്യ ലേഖനം നിങ്ങൾ വായിക്കുമ്പോൾ 3-ാം അധ്യായം, 1 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ പൗലോസ് സ്തോത്രം കൊരിന്ത്യരോടും പറയുന്നു, നിങ്ങൾ ആത്മീയ സ്തോത്രം വർധനവ് പ്രാപിക്കണം. ഒരു മെറ്റഫോർ അല്ലെങ്കിൽ ഒരു ഉപമാനമായി തന്നെ പറയുകയാണ്, ഒരു ഉപമിച്ച് പറയുകയാണ്. ഈ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പലപ്പോഴും അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാണ് അറിഞ്ഞുകൂടാത്തതിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ വചനത്തിൽ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഒരിക്കൽ കൂടെ, അറിഞ്ഞുകൂടാത്തതായ ഒരു കാര്യം നമ്മെ ഗ്രഹിപ്പിക്കേണ്ടതിന് വേണ്ടി അറിയാവുന്ന കാര്യം ആദ്യം നമ്മെ പഠിപ്പിക്കും. അറിയാവുന്ന കാര്യം പറഞ്ഞ് നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്തിട്ട് നമ്മുടെ സ്തോത്രം ശ്രദ്ധ ഏറ്റെടുത്തിട്ട് അറിഞ്ഞുകൂടാത്ത ആത്മീയാനുഭവം നമുക്ക് പറഞ്ഞു തരും. ഉദാഹരണമായി മണവാട്ടിയെക്കുറിച്ച് പറഞ്ഞാലേ മണവാളനാകുന്ന യേശു കർത്താവിനെയും അതേ മണവാളൻ്റെ പ്രത്യക്ഷതയും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതുപോലെ സ്തോത്രം ഒരു പടയാളിയെക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ ആത്മീയ യുദ്ധം എന്തെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ഇതാ 2 ഉപമാനങ്ങൾ കർത്താവിൽ പണിയപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നു. ഒന്ന്, സ്തോത്രം നിങ്ങൾ കർത്താവിൻ്റെ കൃഷി എന്ന് പറയുന്നു. രണ്ടാമത് ഗ്രഹ നിർമ്മാണം എന്ന് പറയുന്നു. രണ്ടാമത്തേതാണ് നമ്മൾ എടുക്കുന്നത്, ദൈവത്തിൻ്റെ ഗ്രഹ നിർമ്മാണം. 9-ാം വാക്യം 1 കൊരിന്ത്യർ 3:9, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി. അടുത്ത സ്തോത്രം പദം ഇതാണ്, അടുത്ത മെറ്റഫോർ അല്ലെങ്കിൽ അടുത്ത ഉപമാനം ഇതാണ്, ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം. 10-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം എന്ന് പറഞ്ഞിട്ട്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമായുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. ജ്ഞാനമായുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കണം, ഈ സ്തോത്രം ദൈവസഭ പഠിക്കുന്നത് ദൈവിക ജ്ഞാനത്തിലാണ്, ദൈവിക വെളിപ്പാടിലാണ്. ഞാനത് വീണ്ടും പറയും. അപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ സഭ പഠിക്കേണ്ടത് പണപ്പെരുപ്പത്തിലോ ആൾപ്പെരുപ്പത്തിലോ സ്വാധീനത്തിലോ ഒന്നുമല്ല. പകരം എന്താണ്? ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായിട്ടാണ് സഭ പണിയേണ്ടത്. ഇന്ന് രാത്രി തിരുവനന്തപുരം പട്ടണത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നാളെ പുതിയ മന്ത്രിസഭ സ്തോത്രം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. ചെങ്ങന്നൂരിലെയും കോഴഞ്ചേരിയിലെയും ആ മന്ത്രിയുടെ ബലത്തിലല്ല തിരുവനന്തപുരത്ത് എന്തെങ്കിലും പണിയേണ്ടത്. പകരം ദൈവത്തിൻ്റെ ജ്ഞാനത്തിലാണ് ദൈവത്തിൻ്റെ സഭ പണിയേണ്ടത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്ട്, ഞാൻ ജ്ഞാനമായുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ. 11-ാം വാക്യം, ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. നിലനിൽക്കുന്നതായ പണിയായി ക്രിസ്തു യേശു എന്ന അടിസ്ഥാനത്തിന്മേൽ ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെ അടിസ്ഥാനമിട്ടിരിക്കുന്നോ അതുപോലെയായിരിക്കും മേലെ പണി നടക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ അടിസ്ഥാനം എങ്ങനെ ഇരിക്കുന്നോ അതുപോലെയാണ് നിങ്ങളുടെ പുറമേ കാണുന്ന ആത്മീയം. അടിസ്ഥാനം എങ്ങനെയായിരിക്കുന്നോ അതുപോലെയാണ് നിങ്ങളുടെ പുറമേ കാണുന്ന ആത്മീയം. അത് സഭയുടെ വലിപ്പമാകട്ടെ, അത് പ്രസംഗമാകട്ടെ, അത് പ്രവചനമാകട്ടെ, രോഗശാന്തിയാകട്ടെ, ബുക്ക് എഴുതുന്നതാകട്ടെ, കൗൺസിലിംഗ് ആകട്ടെ, ചാരിറ്റി ആകട്ടെ, ഏത് ശുശ്രൂഷ ചെയ്താലും വെള്ളത്തിൽ കിടക്കുന്നതായ ഒരു ഐസ്ബർഗ് പോലെ, ഒരു മഞ്ഞക്കട്ട പോലെയാണ്. വെള്ളത്തിൽ കിടക്കുന്ന ഒരു മഞ്ഞക്കട്ട പോലെ. അടിസ്ഥാനം ബലപ്പെട്ടാൽ മാത്രമേ ബാക്കി പുറമേ കാണുന്നത് നിലനിൽക്കത്തുള്ളൂ. സ്തോത്രം. അടിസ്ഥാനം ബലപ്പെടണം. പലരും പുറമേയുള്ളതായ പെയിൻറ് ഡെയിലി മാറ്റാൻ ബഹളം പിടിക്കുകയാണ്. പുറമേയുള്ള ധാടിയും മോടിയും പരസ്യവും ആകർഷണതയും ഒക്കെ വർദ്ധിപ്പിപ്പാൻ പലരും തിരക്ക് കൊട്ടുന്നു. സ്തോത്രം. നിലനിൽക്കത്തില്ല. അതെല്ലാം തകർന്നു പോകും. അതെല്ലാം
മരം പോലെ കത്തിപ്പോകും, പുല്ല് പോലെ വെന്തുപോകും, വൈക്കോൽ പോലെ ചാരമായി പോകും. പക്ഷെ നിലനിൽക്കണമെങ്കിൽ എന്താണ് വർദ്ധിപ്പിക്കേണ്ടത്? അടിസ്ഥാനം വർദ്ധിപ്പിക്കണം. അടിസ്ഥാനം എത്രത്തോളം ബലപ്പെട്ടിരിക്കുമോ അത്രത്തോളം മാത്രമേ മുകളിൽ പണിവാൻ കഴിയത്തുള്ളൂ. 6ാമത്തെ നിലയിൽ ഏത് കേസിൽ നിന്നാണ് ഈ ബൈബിൾ സ്റ്റഡി ഞാൻ നിങ്ങളോട് പറയുന്നത്? വളരെ ശ്രദ്ധിക്കണമേ. സന്തോഷ് ബ്രദർ ഏത് കേസ് പണിതപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം നല്ല ബലത്തിനിട്ടത് കൊണ്ടാണ് നമുക്കൊക്കെ ഈ ബിൽഡിംഗ് അനുഗ്രഹമാകുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവകൃപയാൽ ബൈബിൾ സ്റ്റഡിയുടെ ടെമ്പോയിൽ, ആ താളത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ പുറമേയുള്ള മേമ്പൊടിയല്ല നിങ്ങൾ കൂട്ടേണ്ടത്, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ബലപ്പെടുത്തുക. ഒരിക്കൽ കൂടെ, അടിസ്ഥാനം ബലപ്പെടുത്തുക. മഞ്ഞുകട്ടയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. മഞ്ഞുകട്ട വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുമ്പോൾ 8/7 ഭാഗവും വെള്ളത്തിന് അടിയിലാണ്. 8/7 ഭാഗവും വെള്ളത്തിന് അടിയിലാണ്. 1/8 ഭാഗമാണ് വെള്ളത്തിന് മുകളിൽ. 1/8 ഭാഗമാണ് വെള്ളത്തിന് മുകളിൽ. സ്തോത്രം. ഞാൻ പ്രസംഗിക്കുമ്പോൾ 8/7 എൻ്റെ ആന്തരികമായ ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കിടന്നാൽ മാത്രമേ, എൻ്റെ അടിസ്ഥാനം ബലപ്പെട്ടാൽ മാത്രമേ എനിക്ക് ദൈവകൃപയിൽ നിൽപ്പാൻ കഴിയത്തുള്ളൂ. ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ അടിസ്ഥാനത്തെ ബലപ്പെടുത്തുക. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, അടിസ്ഥാനത്തെ ബലപ്പെടുത്തുക. അടിസ്ഥാനം എത്രത്തോളം ബലമുണ്ടോ അത്രത്തോളം മേലെ പണിക്കുന്നു. ഇനി അടിസ്ഥാനം ചെറുതാണെങ്കിൽ കെട്ടിടവും ചെറുതായിരിക്കും. അടിസ്ഥാനം ചെറുതാണെങ്കിൽ കെട്ടിടം ചെറുതായിരിക്കും. അടിസ്ഥാനം വലുതാണെങ്കിൽ ആ കെട്ടിടവും വലുതായിരിക്കും. അർത്ഥം, അടിസ്ഥാനത്തിൽ ഉഴപ്പിപ്പോയാൽ പണിയും തകർന്നു പോകും, പണിയും കെട്ടിടവും ഉഴപ്പിപ്പോകും. അടിസ്ഥാനം ഉഴപ്പിപ്പോയാൽ, അടിസ്ഥാനം സാരമില്ല, ആരും കാണുന്നില്ലല്ലോ, മണ്ണിനടിയിലാണല്ലോ അടിസ്ഥാനം, മണ്ണിൻ്റെ അടിയിലാണ്, ആരും കാണുന്നില്ല, പാസ്റ്റർ കാണുന്നില്ല, സഹവിശ്വാസി കാണുന്നില്ല, അടിസ്ഥാനം സാരമില്ല എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അതിൻ്റെ വീഴ്ച, അതിൻ്റെ തകർച്ച വലുതായിരിക്കും. അതുകൊണ്ട് പുറമേയുള്ള മേൽക്കൂരയല്ല, അതിൻ്റെ പെയിൻ്റല്ല, പുറമേയുള്ള മറ്റ് ഏതെങ്കിലും ആകർഷണമായ കാര്യമല്ല. എത്രത്തോളം നിങ്ങളുടെ അടിസ്ഥാനം ബലപ്പെട്ടിരിക്കുമോ അത്രത്തോളമായിരിക്കും നിങ്ങൾ ക്രിസ്തുവിൽ ശുഭപ്പെട്ട് ദൈവത്തിൻ്റെ പണിയായി, ദൈവത്തിൻ്റെ കൃപയാൽ മുന്നേറുവാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ അടിസ്ഥാനങ്ങളെ നമുക്ക് ബലപ്പെടുത്താം. കർത്താവിൻ്റെ പണിപ്പുരയിലാണ് നാം ആയിരിക്കുന്നത്. ഓക്കെ, ഈ പണിയിൽ സ്തോത്രം എങ്ങനെയാണ് ദൈവം നമ്മെ പണിയുന്നത്? കൂടെ ദൈവസഭയുടെ പണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഓടിയെത്തുന്നതായ ഒരു വേദഭാഗമാണ് മത്തായി സുവിശേഷം 16-ാം അധ്യായം. മത്തായി സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തു ഫിലിപ്പിൻ്റെ കൈസരിയയിലേക്ക് ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് കടന്നുപോയിരിക്കുകയാണ്. ആ ഫിലിപ്പിൻ്റെ കൈസരിയയിൽ സകല മത വിഗ്രഹങ്ങളും അവിടേക്കുണ്ട്. അതിൻ്റെ പേര് പറയുന്നത് പാതാള ഗോപുരങ്ങൾ എന്നാണ്, ഹേഡീസ്. പാതാള ഗോപുരങ്ങൾ എന്ന് പറയുന്നതായ ഫിലിപ്പിൻ്റെ കൈസരിയിൽ യേശുവും 12 ശിഷ്യന്മാരും നടക്കുകയാണ്. അവിടെ എല്ലാ തരത്തിലുള്ള വിഗ്രഹങ്ങളുമുണ്ട്. എല്ലാ മതങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതായ അൾത്താരകൾ അല്ലെങ്കിൽ യാഗപീഠങ്ങൾ ഉണ്ട്. എല്ലാ മതങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന അവിടെ യാഗപീഠങ്ങളും എല്ലാ മതങ്ങളെ അക്കാലത്ത് റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യങ്ങളുള്ളപ്പോൾ യേശു 2 ചോദ്യം ചോദിച്ചു. ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു, അതിന് 4 ആൻസർ കിട്ടി. നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു, അതിന് 1 ആൻസറും കിട്ടി. ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ 4 ഉത്തരം ലഭിച്ചു. ജനത്തിന് യേശുവിനെ അറിയാമോ? നോ, ജനത്തിന് യേശുവിനെ അറിയത്തില്ല. അറിയാത്ത ജനം ആരെയും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവർ ഉത്തരം പറയേണ്ട കാര്യമില്ല. മാതാപിതാക്കൾക്ക് നിങ്ങളെ അറിയാം, കുടുംബാംഗങ്ങൾക്ക് നിങ്ങളെ അറിയാം, കൂടെ താമസിക്കുന്നവർക്ക് നിങ്ങളെ അറിയാം. നിങ്ങളെ അറിയാവുന്നവർ എന്തെങ്കിലും പറയുന്നെങ്കിൽ അവർക്ക് മാത്രം നിങ്ങൾ ഉത്തരം കൊടുത്താൽ മതി. അല്ലാതെ പബ്ലിക്കിൽ പറയുന്നതിന് നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ട കാര്യമില്ല. യേശു ചോദിച്ചു, ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. രണ്ടാമത് കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. 15-ാം വാക്യം, നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസാണ് അവിടെ ഉത്തരം പറയുന്നത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. 17-ാം വാക്യം, യേശുവിനോട് ബർഗ്യോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ലോട്ടറി ടിക്കറ്റ് കിട്ടിയത് കൊണ്ടല്ല, വലിയ ഡിഗ്രി ലഭിച്ചത് കൊണ്ടല്ല, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ലോട്ടറി അടിച്ചത് കൊണ്ടല്ല,
പൈസ ഉണ്ടായത് കൊണ്ടല്ല, ഗൾഫിൽ പോയത് കൊണ്ടല്ല. പിന്നെ എന്താണ് നിനക്ക് നിന്നെ ഭാഗ്യവാനെന്ന് യേശു പറയുന്നത്? ഇബ്രാഹിം നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഒരു വെളിപ്പാട് കിട്ടുമ്പോൾ നിങ്ങൾ ആരാണ്? നിങ്ങൾ ഭാഗ്യവാൻ. ദൈവവചനത്തിൽ വേറെ ആർക്കും ലഭിക്കാത്തതായ ദൈവിക വെളിപ്പാട് നിങ്ങൾക്ക് യേശുവിനെ കുറിച്ചുള്ളത് വെളിപ്പെട്ട് കിട്ടുമ്പോൾ നിങ്ങൾ സ്തോത്രം ഭാഗ്യവാൻ. ഈ MC² വെളിപ്പെട്ട് കിട്ടുമ്പോഴല്ല, മറ്റേതെങ്കിലും കണ്ടുപിടുത്തത്തിൻ്റെ വെളിപ്പാടല്ല, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് നിങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ ആരാണ്? നിങ്ങൾ ഭാഗ്യവാൻ. അടുത്തിരിക്കുന്നവരെ ആ വെളിപ്പാടുണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞാട്ടെ, ഞാൻ ഭാഗ്യവാൻ. പറഞ്ഞാട്ടെ, ഞാൻ ഭാഗ്യവാൻ. വലിയ പേഴ്സോ വലിയ ചാക്കോ വലിയ സമ്പാദ്യമോ ഉള്ളത് കൊണ്ടല്ല, ഈ ലോകത്തിൽ കാണുന്ന ഒരു കാര്യമല്ല, ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് എനിക്ക് ലഭിച്ചിരിക്കുന്നതുകൊണ്ട് നീ ഭാഗ്യവാൻ എന്ന് ഞാൻ നിന്നോട് പറയുന്നു. 19-ാം വാക്യം, സ്തോത്രം 18-ാം വാക്യം തന്നെ, നീ പത്രോസ് ആകുന്നു. മത്തായി 16:18, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. നോക്ക, യേശുവിൻ്റെ പാറ്റേൺ നോക്ക്. നീ പെട്രോസ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പെട്ര, സ്തോത്രം. പെട്ര എന്ന് പറഞ്ഞാൽ പത്രോസ് നീ പാറക്കഷണം, നീ പാറക്കഷണം. പെട്ര നീ പാറക്കഷണം. പക്ഷെ നിനക്ക് ലഭിച്ചിരിക്കുന്ന ഈ പെട്രോസ്, ഈ വെളിപ്പാടിന്മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. യേശു പണിയുന്നത് സ്തോത്രം ദൈവിക വെളിപ്പാടിലാണ് കർത്താവ് തൻ്റെ സഭയെ പണിയുന്നത്. ഇപ്പോൾ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നല്ലോ, ജഡരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതായ ആ വെളിപ്പാടിൽ ഞാൻ എൻ്റെ സഭയെ പണിയും. സഹോദരങ്ങളെ, സഭ പണിക്കുന്നതിൻ്റെ ഏക പാരാമീറ്റർ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. വളരെ എളുപ്പമായിരിക്കാം സഭ പണിക്കുന്നത്, ചിലപ്പോൾ വെളിപ്പാടില്ലെങ്കിൽ കഠിനമായിരിക്കാം. പക്ഷേ സഭ പണിക്കുന്നത് ഏറ്റവും എളുപ്പമെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ ഞാനല്ല പണിക്കുന്നത്, കർത്താവാണ് പണിക്കുന്നത്. പകരം എങ്ങനെയാണ് പണിക്കുന്നത്? ക്രിസ്തു യേശു ദൈവപുത്രൻ എന്നുള്ള വെളിപ്പാടിലാണ് ദൈവത്തിൻ്റെ സഭ പണിയുന്നത്. ചിലർ പറയാറുണ്ട് സ്തോത്രം പത്രോസിലാണ് സഭ പണിതത് എന്ന്. ഒന്നാമത്തെ അപ്പോസ്തലനായ പത്രോസിലാണ് സഭ പണിതത്. നോ, വ്യക്തികളിലല്ല സഭ പണിക്കേണ്ടത്. വ്യക്തികളിൽ സഭ പണിയുന്നു എങ്കിൽ അത് നിലനിൽക്കത്തില്ല. കാരണം അടുത്ത വാക്യത്തിൽ അല്പ താഴേക്ക് വായിക്കുമ്പോൾ, യേശുവേ നീ ക്രൂശിക്കപ്പെടല്ലേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതിക്ക് എതിരെ പത്രോസ് ഇതാ പറയുമ്പോൾ, ഭോ സാത്താനെ, സാത്താനെ എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞ് കർത്താവ് സ്തോത്രം 23-ാം വാക്യത്തിൽ അതേ പത്രോസിനെ ശാസിക്കുകയാണ്. അപ്പോൾ പത്രോസിലാണ് ആ സഭ പണിതിരുന്നു എങ്കിൽ സ്തോത്രം ആ സഭ നിലനിൽക്കത്തില്ല. കാരണം യേശു അവനെ റിബീക്ക് ചെയ്യുന്നു, യേശു അവനെ ശാസിക്കുന്നു. വ്യക്തികളിലല്ല സഭ പണിക്കുന്നത്. സ്തോത്രം പത്രോസിലായിരുന്നു കർത്താവ് സഭ പണിതിരുന്നു എങ്കിൽ ഉയർത്തെഴുന്നേറ്റ ശേഷം പത്രോസ് ഇതാ തിബരിയാസ് കടലിലേക്ക് മീൻ പിടിക്കാൻ പിന്മാറ്റത്തിലേക്ക് പോയപ്പോൾ സഭ പൊളിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് മനസ്സിലാക്കണമേ, പ്രവാചകനല്ല സഭ പണിക്കുന്നത്, പാസ്റ്ററല്ല സഭ പണിക്കുന്നത്, വ്യക്തികളല്ല സഭ പണിക്കുന്നത്. പകരം എങ്ങനെയാണ് സഭ പണിക്കുന്നത്? കർത്താവിലാണ് സഭ പണിക്കുന്നത്, ദൈവിക വെളിപ്പാടിലാണ് സഭ പണിക്കുന്നത്. ഇന്ന് രാത്രി ദൈവകൃപയാൽ നിങ്ങൾക്ക് കണക്ഷൻ നിങ്ങളുടെ പാസ്റ്ററോടല്ല, നിങ്ങൾക്ക് കണക്ഷൻ സ്തോത്രം നിന്റെ പ്രവാചകനോടല്ല നിങ്ങൾക്ക് കണക്ഷൻ. അയ്യോ ബ്രദറെ പോകല്ലേ, അയ്യോ ബ്രദറെ പോകല്ലേ. നോ, നിന്റെ പാസ്റ്ററോടല്ല നിങ്ങൾക്ക് കണക്ഷൻ. നിങ്ങൾക്ക് ദൈവപുത്രനായ യേശു കർത്താവുമായിട്ടായിരിക്കണം നിങ്ങൾക്ക് കണക്ഷൻ. കർത്താവുമായിട്ടാണ് നിങ്ങൾക്ക് കണക്ഷൻ ആവശ്യമായിരിക്കുന്നത്. ക്രിസ്തുവിലാണ് ദൈവസഭ നിൽക്കുന്നത്, ക്രിസ്തുവിലാണ് ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ കൃപയാൽ പണിയപ്പെടേണ്ടത്. ആ ക്രിസ്തുവിൽ പണിയപ്പെടണമെങ്കിൽ അവിടെ 4 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പത്രോസ് യേശു കർത്താവിനെ കണ്ടുമുട്ടിയതുപോലെ ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടുമുട്ടേണ്ടത് ആവശ്യമാണ്. പലരും ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടില്ല, പലരും പാസ്റ്ററെ കണ്ടുമുട്ടിയിട്ടുണ്ട്, പലരും ചർച്ചിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എങ്ങനെയാ ചർച്ചിൽ കണ്ടുമുട്ടിയത്? സ്തോത്രം, അപ്പൻ ക്രിസ്ത്യാനി ഞാനും ക്രിസ്ത്യാനി, അപ്പൻ വിശ്വാസി ഞാനും വിശ്വാസി, അമ്മ വിശ്വാസി ഞാനും വിശ്വാസി. കർത്താവുമായി ബന്ധമില്ല. അപ്പൻ പള്ളിയിൽ പോകുന്നത് കൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നു. അപ്പൻ വേറെ വല്ലയിടത്തും പോയിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയനെ. സ്തോത്രം, അമ്മ വേറെ വല്ലയിടത്തും പോയിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയനെ. പക്ഷേ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നവരാണ്, വിശ്വാസികളാണ്, ദൈവമക്കളാണ്, ഭക്തരാണ്. അവരെ കർത്താവിൽ വരുന്നത് കൊണ്ട് അവരുടെ സാരിത്തുമ്പം പിടിച്ച് അവരുടെ നിഴൽ പറ്റി ഞാനും വന്നു. കർത്താവുമായി ബന്ധമില്ല. ആ പാരമ്പര്യം നിങ്ങളെ ക്രിസ്തുവിലെത്തിക്കത്തില്ല. വ്യക്തിപരമായി നിങ്ങൾക്ക് യേശുവുമായി ഒരു ബന്ധമുണ്ടായിരിക്കണം. യഹോവ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഇടയനാകുന്നു എന്നല്ല, യഹോവ എൻ്റെ അങ്കിളുമാരുടെ ഇടയനാകുന്നു എന്നല്ല, യഹോവ എൻ്റെ ഇടയനാകുന്നു. യേശു നിന്റെ രക്ഷകനാകണം.
യേശു നിന്റെ കർത്താവാകണം. സോ നമ്പർ 1, അവിടെ കർത്താവ് യേശു ക്രിസ്തുമായി സ്തോത്രം നീ കണ്ടുമുട്ടണം. 2, അവൻ ദൈവപുത്രനെന്ന് നീ തിരിച്ചറിയണം. ദൈവപുത്രനെന്ന് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ പുത്രനായി യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. പത്രോസിന് ആ തിരിച്ചറിവുണ്ടായി, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യേശുവിനെ കണ്ടുമുട്ടി. 2, യേശു ദൈവപുത്രനെന്ന് തിരിച്ചറിഞ്ഞു. 3, യേശു കർത്താവ് പറയുന്നു അതെന്താണ്? അതൊരു ഒപ്പീനിയൻ അല്ല, അതൊരു സിമ്പിൾ സ്തോത്ര അഭിപ്രായമല്ല, പകരം അതൊരു വെളിപ്പാടാണ്. നമ്പർ 3, വെളിപ്പാട്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, വെളിപ്പാട്. ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നു, ക്രിസ്തു ദൈവപുത്രനെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു, ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവിക വെളിപ്പാട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുന്നു. തീർന്നില്ല. 4-മതായി പത്രോസ് അത് ഏറ്റു പറയുന്നു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് ഏറ്റു പറയുന്നു. 4 കാര്യങ്ങൾ. രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾക്ക് യേശു കർത്താവിനെ അവർ കണ്ടുമുട്ടുന്നു. യേശു കർത്താവ് എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് അവർ തിരിച്ചറിയുന്നു. യേശു ദൈവപുത്രനെന്ന് അവർ ആ വെളിപ്പാടിനെ പ്രാപിക്കുന്നു. നമ്പർ 4, അവർ അത് ഏറ്റു പറയുന്നു. ഞാൻ നിങ്ങളെ എല്ലാവരും ഉത്സാഹിപ്പിക്കുകയാണ്. പത്രോസ് യേശുവിനെ കണ്ടുമുട്ടിയതുപോലെ ഒരു എൻകൗണ്ടർ, സ്പെഷ്യൽ എൻകൗണ്ടേഴ്സ് ഈ ദിവസങ്ങൾ ഉണ്ടാകട്ടെ. അല്പം ഡീപ്പായിട്ടുള്ളൊരു സബ്ജക്റ്റാണത്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഈവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടാതെ കർത്താവേ യഥാർത്ഥത്തിൽ അങ്ങുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ, ഒരു കണ്ടുമുട്ടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. സ്തോത്രമായ എൻകൗണ്ടേഴ്സ് ആർക്കൊക്കെ ഉണ്ടായോ അവരെല്ലാവരും ഭൂമിയിൽ ചരിത്രം രചിച്ചു. ചുമ്മാ കർത്താവുമായി എൻകൗണ്ടർ ആർക്കും ഉണ്ടാകത്തില്ല. സ്തോത്രം. ഏതൊക്കെ അപ്പോസ്തലന്മാരെ, ഏതൊക്കെ വലിയ വലിയ ദൈവദാസന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തോ, സ്തോത്രം, അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നോ. അവരുടെ അടുക്കലേക്ക് കർത്താവ് ഇറങ്ങി വന്നപ്പോൾ ചിലരൊന്നും രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല, ചിലരൊന്നും സ്നാനപ്പെട്ടിട്ടില്ല. ചിലരൊക്കെ 747 ഇറങ്ങാൻ വലിയ റൺവേ ഒക്കെ ഒരുക്കി KJV കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ കാണാതെ പഠിച്ച് 40 ദിവസം ഉപവസിച്ചിരുന്നപ്പോൾ 39ാമത്തെ രാത്രിയല്ല ക്രൂശുമായി കർത്താവ് ഇറങ്ങി വന്നനോ. ചിലതൊന്നും രക്ഷിക്കപ്പെട്ടിട്ടേയില്ല, യേശുവിനെ അറിയത്തില്ല. ദമസ്കോസിലെ പടിവാതിൽ പൗലോസ് അപ്പോസ്തലൻ കയറി ചെല്ലുമ്പോൾ സ്തോത്രം കുതിരപ്പുറത്ത് പോകുമ്പോൾ 415 പാട്ട് പാടിക്കൊണ്ടല്ല പോയത്, 95 സങ്കീർത്തനം വായിച്ചല്ല പോയെ, രക്ഷിക്കപ്പെട്ടിട്ടേയില്ല. പക്ഷേ അവരൊരു എൻകൗണ്ടർ ഉണ്ടായി. പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് സ്നാനപ്പെട്ടവനല്ല, പ്രവാചകൻ ദൂത് പറഞ്ഞതുകൊണ്ട് സ്നാനപ്പെട്ടവനല്ല. പ്രവാചകൻ പറഞ്ഞു സ്തോത്രം, ജീവിതത്തിന് കെട്ടുമാറണമെങ്കിൽ നീ എത്രയും പെട്ടെന്ന് വിട്ടുപോരണം എന്ന് പറഞ്ഞ സ്നാനപ്പെട്ടവനല്ല. യഥാർത്ഥ എൻകൗണ്ടറാണ് ഞാൻ പറയുന്നത്. ദൈവമായിട്ടുള്ള യഥാർത്ഥമായ ഒരു എൻകൗണ്ടർ ഉണ്ടായാൽ, പൗലൂസ് ആയാലും അത് DGS ദിനകരനായാലും കെന്നത്ത് ഹേഗിനായാലും ഡെറി പ്രിൻസ് ആയാലും എൻകൗണ്ടേഴ്സ് അനുഭവിച്ച സാധു സുന്ദർ സിംഗ് ആയാലും അവരെല്ലാവരും ചരിത്രം മെനഞ്ഞവരായിരുന്നു. എൻകൗണ്ടർ, സ്തോത്രം, അഭിമുഖം, മുഖാമുഖം, ദൈവവും നീയുമായിട്ടുള്ള മുഖാമുഖം. വേദപുസ്തകത്തിൽ അതുണ്ട്. മാറിയിരുന്ന് കുറ്റം പറയുന്നതല്ല വിശ്വാസ ജീവിതം, മറ്റുള്ളവരെ അളക്കുന്നതല്ല വിശ്വാസ ജീവിതം, മറ്റുള്ളവരേക്ക് വിരൽ ചൂണ്ടുന്നതല്ല വിശ്വാസ ജീവിതം. അവൻ്റെ പ്രസംഗം കൊള്ളാമോ, ഇവൻ്റെ പ്രസംഗം കൊള്ളാമോ എന്ന് മാർക്കിടുന്നതല്ല വിശ്വാസ ജീവിതം. സ്തോത്ര, കടൽ കണ്ട് കൊള്ളാം, നീല നിറം, തിരമാലയുണ്ട് എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നതല്ല വിശ്വാസ ജീവിതം. ആ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മുത്തുച്ചിപ്പുകൾ കിടക്കുന്നു, അതിനെ മുങ്ങിത്തപ്പുന്നത് പോലെ ഞാൻ നിങ്ങളെ എല്ലാവരെയും എൻകറേജ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാഹം നിങ്ങൾക്കുണ്ടാകട്ടെ, ഒരു എൻകൗണ്ടർ ഉണ്ടാകുവാൻ. സാധു സുന്ദർ സിംഗിനെ കുറിച്ച് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം നേപ്പാളിൽ ഒരു ദിവസം ശുശ്രൂഷയ്ക്കായി കടന്നുപോയി. നേപ്പാളിൽ സ്തോത്രം, സാധു സുന്ദർ സിംഗ് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ ഒരു കിണറിൽ അവർ തള്ളിയിട്ട് കൊല്ലാനായി, വളർത്താനല്ല, അല്ലെങ്കിൽ വെള്ളം കൊടുക്കാനല്ല. അയ്യോ പാവം ഉപദേശി സ്തോത്രം പ്രസംഗിച്ച് ഒത്തിരി ക്ഷീണിച്ചു. ഉപദേശി പ്രസംഗിച്ച് ഒത്തിരി ക്ഷീണിച്ചപ്പോൾ പുള്ളിക്ക് ദാഹിക്കുന്നു, അതുകൊണ്ട് വെള്ളം കൊടുത്തേക്കാം എന്ന് പറഞ്ഞല്ല സാധു സുന്ദർ സിംഗിനെ കിണറ്റിൽ തള്ളിയിട്ടത്. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയാണ് കിണറ്റിൽ തള്ളിയിട്ടത്. എന്നിട്ട് ആ കിണറിനവർ മൂടി. എന്നാൽ സ്തോത്രം, ഭക്തനായ മനുഷ്യൻ ആ കിണറ്റിൽ കിടന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാനിതാ അപകടത്തിലായിരിക്കുന്നു. താൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ. പെട്ടെന്ന് ആ മേൽമൂടി തുറക്കപ്പെട്ടു, താഴേക്ക് ഒരു കയറുതാ ഇറങ്ങി വരികയാണ്. മറ്റേ അറ്റത്ത് നിന്ന് ശബ്ദം കേട്ടു, ആ കയറിൽ മുറുക്കെ പിടിച്ചു കൊള്ളുക. ആ കയറിൽ താൻ നന്നായി പിടിച്ചു. ആ കയറിൽ പിടിച്ചപ്പോഴും മറ്റേ ആൾ സ്തോത്രം തന്നെ വലിച്ചത് പുറത്തേക്ക് എടുത്തു. സാധു സുന്ദർ സിംഗ് ആ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നതും
ആ കയറിൻ്റെ മറ്റേ അറ്റം പിടിച്ചിരുന്നതായ വ്യക്തി അപ്രത്യക്ഷനായി. അതിൻ്റെ പേരാണ് എൻകൗണ്ടർ. ദൈവത്തിൻ്റെ ദൂതനെ ഇറക്കി കിണറ്റിൽ കിടന്നതായ ആരെ? സാധു സുന്ദർ സിംഗിനെ ദൈവമായ കർത്താവ് വിടുവിച്ചു. ഇതുപോലെ ലക്ഷക്കണക്കിനല്ല ദശലക്ഷക്കണക്കിന് അനുഭവങ്ങൾ 2000 വർഷം ക്രിസ്തണ്ടത്തിന്, ക്രൈസ്റ്റ് കിങ്ഡത്തിന്, ദൈവസഭയ്ക്ക്, ദൈവരാജ്യത്തിന് പറവാനുണ്ട്. യേശു ഇന്ന് രാത്രിയിൽ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ഒരു അഭിമുഖം ദൈവവുമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. 2 അന്യഭാഷ പറഞ്ഞ് നിർത്തരുത്. അതുകൊണ്ട് തുടങ്ങിയാട്ടെ. ഒന്നാത്മാവിൽ കുലുങ്ങി നിർത്തരുത്. പകരം അതൊരു ആരംഭമാകട്ടെ. അങ്ങനെയെങ്കിൽ കർത്താവിനെ കണ്ടുമുട്ട് അവനെ തിരിച്ചറിഞ്ഞ് അതൊരു വെളിപ്പാടായി തീർന്ന് എന്നിട്ട് അവസാനം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായിക്കൊണ്ട് ഏറ്റു പറയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4ാമത്തെ കാര്യം, ഏറ്റു പറയുന്നു. സ്തോത്രം, ഏറ്റു പറയുന്നു. വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം, ഏറ്റു പറച്ചിലാണ് ശക്തി. റോമർക്ക് ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നിങ്ങൾ വായിക്കുന്നതായ സമയത്ത് അവിടെ തിരുവചനം പറയുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, രക്ഷയ്ക്ക് വായിക്കൊണ്ട് ഏറ്റു പറയുന്നു. ഐ തിങ്ക് ഇറ്റ് ഈസ് 9. സ്തോത്രം, അതെ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം ഏറ്റു പറയുന്നു. 32-ാം വാക്യം പറയുന്നു, മനുഷ്യ സ്തോത്രം, അതെ, എവിടെയാ? മത്തായി സുവിശേഷം 10-ാം അധ്യായം 32-33 വാക്യങ്ങൾ പറയുന്നു. സ്തോത്രം, ഏറ്റുപറച്ചിലിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്. മത്തായി സുവിശേഷം 10-ാം അധ്യായം 32-33 വാക്യങ്ങൾ. മനുഷ്യന് മുൻപിൽ എന്നെ ഏറ്റു പറയുന്ന എവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാൻ ഏറ്റു പറയും. മനുഷ്യന് മുൻപിൽ എന്നെ തള്ളി പറയുന്നവനോ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാൻ തള്ളി പറയും. 2-1 നടക്കും. ഒരു നാണയത്തിന് 2 വശം വന്നതുപോലെ. സ്തോത്രം, ഒന്നുകിൽ ഏറ്റു പറയുന്നു അല്ലെങ്കിൽ തള്ളി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ പറഞ്ഞതുപോലെ വേലിയിൽ ഇരിക്കാൻ ആർക്കും കഴിയത്തില്ല. ഒന്നുകിൽ നിങ്ങൾ ഭരണകക്ഷിയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷമാണ്. ഒന്നുകിൽ നിങ്ങൾ ഏറ്റു പറയുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ തള്ളി പറയുന്നു. ഇല്ലാതെ സ്തോത്രം, അതെ, നിറം മാറുന്ന ഓന്തിര പോലെ നിങ്ങൾക്കൊരിക്കലും സ്തോത്രം മൗനമായി പെട്ട് നിൽപ്പാൻ തക്കോണം കഴിയത്തില്ല. എനിക്ക് അവരെയും പിണക്കാൻ പറ്റത്തില്ല, എനിക്ക് എവരെയും പിണക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരിക്കലും നിർഗുണമായി ജീവിപ്പാൻ തക്കോണം കഴിയത്തില്ല. ഒന്നുകിൽ നിങ്ങൾ ഏറ്റു പറയുന്നവരായിരിക്കും, ഇല്ലെങ്കിൽ കർത്താവിനെ തള്ളി പറയുന്നവരായിരിക്കും. സ്തോത്രം, വേദപുസ്തകത്തിലെ ഏത് ഫാക്റ്റുമായാലും ഒന്നുകിൽ നിങ്ങൾ അതിനെ ഏറ്റു പറയും, ഇല്ലെങ്കിൽ നിങ്ങൾ അതിനെ തള്ളി പറയും. അബ്രഹാമിൻ്റെ സന്തതിയെ ഒന്നുകിൽ നിങ്ങൾ ഏറ്റു പറയും, ഇല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതിയെ നിങ്ങളിൽ തള്ളി പറയും. ഒന്നുകിൽ സ്നാനത്തെ നിങ്ങൾ ഏറ്റു പറയും, ഇല്ലെങ്കിൽ അതിനെ തള്ളി പറയും. ഒന്നുകിൽ ദൈവത്തിൻ്റെ ദാസന്മാരെ നിങ്ങൾ ഏറ്റു പറയും, ഇല്ലെങ്കിൽ നിങ്ങൾ തള്ളി പറയും. ഇല്ല, മൗനമായിട്ടിരിക്കുന്നതാണ് നമ്മുടെ തടി കേടാവാതിരിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തള്ളി പറയുന്നതിന് തുല്യമാണ്. ദൈവസഭയിൽ ഭൂരിപക്ഷം ആൾക്കാർ മൗനമായിരിക്കുന്നവരാണ്, മിണ്ടാതിരിക്കുന്നവരാണ്. അവർക്കൊരു പ്രത്യേകിച്ച് അഭിപ്രായമില്ല. സ്തോത്രം, ആ മൗനമായിരിക്കുന്നവർ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ പറയട്ടെ, ആ മൗനമായിരിക്കുന്നവർ തള്ളി പറയുന്നവർക്ക് തത്തുല്യമാണ്. 60 ലക്ഷം യഹൂദന്മാർ ജർമ്മനിയിൽ സ്തോത്രം കൊല്ലപ്പെടുമ്പോൾ കത്തോലിക്ക സഭ മൗനമായിരുന്നു. 60 ലക്ഷം യഹൂദന്മാർ ജർമ്മനിയിൽ നാസി പട്ടാളത്തിന് കീഴിൽ കൊല്ലപ്പെടുമ്പോൾ സ്തോത്രം സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യം മൗനമായിരുന്നു. പക്ഷെ പിന്നത്തേതിൽ മുഴു ലോകവും പറഞ്ഞു, നിങ്ങൾ മൗനമായിരുന്നത് അവരെ തള്ളിപ്പറഞ്ഞതിന് തത്തുല്യമാണ്. ആത്മീയമായിട്ടുള്ള ഏതൊരു ഫാക്റ്റും സ്തോത്രം ഏതൊരു കാര്യത്തിലും നിങ്ങൾ മൗനമായിരിക്കുന്നത് ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും നിങ്ങൾ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ എന്ത് ചെയ്തിരിക്കും? നിശ്ചയമായി നിങ്ങൾ ഏറ്റുപറഞ്ഞിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഏറ്റുപറഞ്ഞിരിക്കും. ചില സന്ദർഭങ്ങളിൽ ഇറാൻ, ഇറാഖ്, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ രഹസ്യ ക്രിസ്ത്യാനികളുണ്ട്. അവർക്കൊരിക്കലും സ്തോത്രം പുറമേ സ്നാനത്തെക്കുറിച്ചോ കർത്താവിനെക്കുറിച്ചോ യേശുവിനെക്കുറിച്ചോ ഒന്നും പുറമേ പറവാൻ തക്കോണം കഴിയത്തില്ല. അങ്ങനെയുള്ള പലരെ ഞാൻ കണ്ടിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച്. അവർക്ക് പുറമേ പറവാൻ തക്കോണം കഴിയത്തില്ല. അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിലും ആ പ്രിയപ്പെട്ടവരെല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ മൗനമായി ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. റഷ്യയിൽ പീഡിപ്പിക്കപ്പെട്ടവർ, പഴയ USSRൽ പീഡിപ്പിക്കപ്പെട്ട പാസ്റ്റർമാർ, അവരുടെ മക്കൾ പാസ്റ്റേഴ്സിൻ്റെ മക്കളായി പാസ്റ്റർമാർ ആയി ഇന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും കാനഡയിലുമൊക്കെ ആയിരിക്കുന്നവർ, അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചില നാളുകൾ ഞങ്ങൾ മൗനമായി ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്, പക്ഷേ എന്നും മൗനമായിരിക്കേണ്ടി വന്നില്ല. ചില നാളുകൾ ഞങ്ങൾ മൗനമായിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ, പക്ഷെ സാഹചര്യം മാറിയപ്പോൾ ഞങ്ങളിതാ ഏറ്റു പറയുകയാണ്. സ്നാനപ്പെട്ടത് നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കും അറിയത്തില്ല. അച്ചായൻ പ്രശ്നം ഉണ്ടാക്കുക, അതുകൊണ്ട് മൗനമായിരിക്കുക. കുടുംബം പൊളിയാതിരിക്കേണ്ടതിന് വേണ്ടി മൗനമായിരിക്കുക. പക്ഷേ ആ ആൻറ്റിയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ആ സഹോദരൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു.
നിങ്ങളെ മാറ്റിയ ദൈവം നാളെ അവരെയും മാറ്റുമ്പോൾ അന്ന് നിങ്ങൾ ഏറ്റുപറവാൻ വേണ്ടി പോകുന്നു. യഥാർത്ഥ മാനസാന്തരമാണെങ്കിൽ അതൊരിക്കലും മൗനവാസമല്ല. യഥാർത്ഥ മാനസാന്തരമാണെങ്കിൽ അതെന്നും വനവാസം അല്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. സ്തോത്രം. മോശയുടെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ പറയാം, ഒരു കുഞ്ഞ് ജനിച്ചു എങ്കിൽ മാക്സിമം 3 മാസം ഒളിപ്പിച്ചു വയ്ക്കാം. ഒരു കുഞ്ഞ് ജനിച്ചു എങ്കിൽ 3 മാസം ഒളിപ്പിച്ചു വയ്ക്കാം. മോശ ജനിച്ചപ്പോൾ 3 മാസമാണ് ഒളിപ്പിച്ചു വെപ്പാൻ കഴിഞ്ഞത്. കൂടുതൽ ഒളിപ്പിപ്പാൻ തക്കുണം കഴിഞ്ഞില്ല. 3 മാസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതായ സമയത്ത് ബാക്കി എല്ലാവർക്കും മനസ്സിലായി, ഒക്കെ ഇവിടെ ഇതാ കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെയാണ് മോശ ഇതാ ഒഴുക്കി വിട്ടത്. ആ കുഞ്ഞ് ജനിച്ചത് ഒളിപ്പിച്ചു വെപ്പാൻ കഴിയാത്തതുപോലെ, കുഞ്ഞിൻ്റെ ജനനം ഒളിപ്പിച്ചു വെപ്പാൻ കഴിയാത്തതുപോലെ വീണ്ടും ജനനവും ഒളിപ്പിച്ചു വെപ്പാൻ കഴിയത്തില്ല. യഥാർത്ഥ വീണ്ടും ജനനമാണോ? ഒളിപ്പിച്ചു വെപ്പാൻ കഴിയത്തില്ല. വരട്ട് ചൊറി ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റും, വസൂരി ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയത്തില്ല. വരട്ട് ചൊറി ഒളിപ്പിച്ചു വയ്ക്കാം, വസൂരി ഒളിക്കുവാൻ കഴിയത്തില്ല. യഥാർത്ഥ മാനസാന്തരം ഒളിക്കുവാൻ കഴിയത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഏറ്റു പറയുക, ലജ്ജിക്കാതെ ഏറ്റു പറയുക. ലജ്ജിക്കാതെ ഏറ്റു പറയുമ്പോഴാണ് ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ശബ്ദം ഉയരുന്നു. നിങ്ങൾ ഭൂമിയിൽ ഏറ്റുപറയുമ്പോൾ അപ്പുറത്തെ നിയമസഭയിലല്ല, അങ്ങ് ദൂരെ സ്തോത്രം ഡൽഹിയിലെ പാർലമെൻറ്റ് ഹൗസിലല്ല, അതിനപ്പുറത്ത് യുണൈറ്റഡ് നേഷനിലല്ല, ഐക്യരാഷ്ട്ര സഭയിലല്ല, വേറെ ഒരു സഭയിലുമല്ല, രാജാതി രാജാവായ കർത്താവിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ ഏറ്റുപറയുന്നവൻ്റെ പേര് സ്വർഗം പരാമർശിക്കുകയാണ്. ഇതാ അബി എന്നെ ഏറ്റുപറയുകയാണ്, ജോൺ ബോസ്കോ എന്നെ ഏറ്റുപറയുകയാണ്, ജാ എന്നെ ഏറ്റുപറഞ്ഞിരിക്കുന്നു എന്ന് സ്വർഗാദി സ്വർഗത്തിൽ നിങ്ങളുടെ ശബ്ദം സ്തോത്രം ഇതാ ഉയരുന്നു. കർത്താവ് നിങ്ങളെയും കുറിച്ച് ഏറ്റുപറയും. അതുകൊണ്ട് സ്തോത്രം മൗനം. നമ്മൾ പാവം, നമ്മൾ പറഞ്ഞ ആര് കേൾക്കാൻ? ഞങ്ങൾ വായിൽ വെള്ളം ഒഴിച്ച് മിണ്ടാതിരിക്കാം. നോ, അത് തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. ദൈവം നിങ്ങൾക്കൊരു നാവ് തന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം അതെ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ പറഞ്ഞാട്ടെ. അതുകൊണ്ട് 2 ചോയ്സേ ഉള്ളൂ. മൗനമായിരിക്കാൻ ചോയ്സ് ഇല്ല. ഒന്നുകിൽ നിങ്ങൾ തള്ളി പറയും, ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഏറ്റു പറയും. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, നിങ്ങൾക്ക് രക്ഷ ലഭിച്ചത് അങ്ങനെയാണ്. റോമർക്ക് ലേഖനം 10-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 7-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, റോമർ 10:7 നിങ്ങൾ വായിക്കുമ്പോൾ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞത് നിമിത്തമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടത്. സ്തോത്രം. അതെ, റോമർക്ക് ലേഖനം 10-ാം അധ്യായം 7-8 വിശേഷിച്ച് 9-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, 7 മുതൽ ആ കോൺടെസ്റ്റ് ആരംഭിക്കുകയാണ്. 9-ാം വാക്യം വായിക്കുമ്പോൾ, യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. 2 വെർബാണ് അവിടെ പറയുന്നത്. 1 വിശ്വസിക്കുന്നു, 2 ഏറ്റുപറയുന്നു. വിശ്വസിക്കുന്നു, 2 ഏറ്റുപറയുന്നു. വിശ്വസിക്കുകയും ലജ്ജിക്കുന്നു എന്നല്ല പറയുന്നത്, വിശ്വസിക്കുകയും നാണിച്ച് മാറി നിൽക്കുന്നു എന്നല്ല, വിശ്വസിക്കുകയും മൗനമായിരിക്കുന്നു എന്നതല്ല. പകരം വിശ്വസിക്കുന്ന കാര്യം വായു തുറന്ന് പറഞ്ഞാട്ടെ. ആ കത്തോലിക്ക സഭയ്ക്കും സ്വിറ്റ്സർലൻഡിന് പറ്റിയതായ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് ലജ്ജിക്കാതെ വണ്ണം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, ദൈവിക സത്യത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, തല പോയാലും സാരമില്ല, ഞാൻ സത്യം പറയും, ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ എപ്പോൾ പറയുമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കൃപയാൽ സത്യം പറഞ്ഞുകൊണ്ട് ഇരിക്കുക. സ്തോത്രം. സഭയ്ക്ക് മൗനമായിരിക്കാൻ ഗുണം കഴിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ പണിപ്പുരയിൽ ദൈവം നമ്മെ പണിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്തോത്രം, യേശുമായി നിങ്ങൾക്കൊരു എൻകൗണ്ടർ, സ്തോത്രം, മുഖാമുഖമുണ്ടാകുന്നു, കണ്ടുമുട്ടുന്നു, കർത്താവിനെ തിരിച്ചറിയുന്നു. ദൈവിക വെളിപ്പാടിൽ സ്തോത്രം ഏറ്റുപറച്ചിലിൽ അതെ നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ പണിയപ്പെടുന്നു. ഇനി ഫേമസ് ആയിട്ടുള്ളൊരു കാര്യം പറയാം, എല്ലാവർക്കും അറിയാമെന്നുള്ള ഫേമസ് ആയ കാര്യം. കർത്താവിൻ്റെ പണിപ്പുരയിൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓടിയെത്തുന്നതായ ഒരു ഉപമയാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതായ ഒരു ഉപമ. മത്തായി സുവിശേഷം സ്തോത്രം 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള 2 വീടിൻ്റെ പാലുകാച്ച് അവിടെ നടക്കുകയാണ്. 2 വീടിൻ്റെ സ്തോത്രം പാലുകാച്ച് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ട്രാങ്കൂറിലുള്ളവർ എന്നെ തുറച്ചു നോക്കും. ഹൗസ് ഡെഡിക്കേഷൻ നടക്കുകയാണ്, ഭവന പ്രതിഷ്ഠ നടക്കുകയാണ്. ഐ എം സോറി, ഞാൻ ട്രിവാൻഡ്രത്ത് ഞാൻ 1 സെക്കൻഡ് ട്രിവാൻഡ്രംകാരനായി പോയി. സ്തോത്രം, വേർഡ് ഞാൻ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഭവന പ്രതിഷ്ഠ നടക്കുകയാണ്. ആ ഭവന പ്രതിഷ്ഠ ഒന്ന് ബുദ്ധി ഉള്ളവൻ്റെ ഭവന പ്രതിഷ്ഠ, അത് അപ്പുറത്ത് തന്നെ അതേ ദിവസം ബുദ്ധി ഇല്ലാത്തവൻ്റെ ഭവന പ്രതിഷ്ഠ. 2 വീടും ഒരേ സൈസിലാണ്, ഒരേ നിറത്തിലാണ്, ഒരേ സ്ക്വയർ ഫീറ്റാണ്, ഒരേ ഹൈറ്റാണ്, എല്ലാം ഒരേപോലെയാണ്.
പക്ഷേ സ്തോത്രം ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇതാ ഒരേപോലെ മഴ വരികയാണ്, ഒരേപോലെ വെള്ളം പൊങ്ങുകയാണ്, ഒരേപോലെ കാറ്റടിക്കുകയാണ്. ആ വീടുകളിൽ സ്തോത്രം മഴ പെയ്യുകയാണ്, വെള്ളം പൊങ്ങുകയാണ്, കാറ്റടിക്കുകയാണ്. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, നിങ്ങളുടെ വിശ്വാസ ജീവിതമാക്കുന്നതായ ഭവനത്തിന് കാറ്റുകളെ ഒഴിഞ്ഞിരിപ്പാൻ കഴിയത്തില്ല. നിങ്ങളുടെ വിശ്വാസ ജീവിതമാകുന്നതായ ആത്മീയ ഗ്രഹത്തിന് വെള്ളത്തെ ഒഴിഞ്ഞിരിപ്പാൻ തക്കോണം കഴിയത്തില്ല. നിങ്ങൾ വിശ്വാസികളാണോ? നിങ്ങൾക്ക് വെല്ലുവിളികളുണ്ട്. നിങ്ങൾ വിശ്വാസികളാണോ? നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ വ്യത്യാസം എന്ന് പറയുന്നത് ഫുൾ സ്ലീവ് ഇട്ടവനല്ല നല്ല വിശ്വാസി. ഭാഗ്യത്തിൽ നിന്ന് വെള്ളവസ്ത്രം സ്തോത്രം അല്പം ലൈറ്റ് കളർ ഇട്ടിട്ട് വന്നു നല്ല വിശ്വാസി. ഇന്ന് സുരേഷ് ബാബു കുറച്ച് ബെറ്റർ ആയിരിക്കുന്നു, ലൈറ്റ് കളർ ആയിരിക്കുന്നു, കൊള്ളാം സ്തോത്രം. നോ, ഒരുവൻ വിശ്വാസത്തിലുണ്ടോ എന്നറിയുന്നത് ക്ലീൻ ഷേവോ വെള്ളവസ്ത്രമോ അല്ല. ആ കാറ്റിന് ശേഷം അവൻ എങ്ങനെയുണ്ട്, ആ വെള്ളപ്പൊക്കത്തിന് ശേഷം അവൻ എങ്ങനെയുണ്ട്, ആ പ്രശ്നത്തിന് ശേഷം അവൻ എങ്ങനെയുണ്ട്, സ്തോത്രം. അപ്പോഴാണ് അവൻ ക്രിസ്തുവിൽ അടിസ്ഥാനമുള്ളവനാണോ ക്രിസ്തുവിൽ അടിസ്ഥാനം ഇല്ലാത്തവനാണോ എന്ന് കാണുന്നത്. കഴിഞ്ഞ 30 വർഷമായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്തോത്രം അതെ സംഘടനകളുടെ വലിപ്പമല്ല, വ്യക്തിപ്രഭാവങ്ങളല്ല, ആരെയൊക്കെ അറിയാമെന്നുള്ളതല്ല. പകരം സ്തോത്രം കലാമിറ്റി കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അടിസ്ഥാനമുള്ളവൻ ജയിക്കുന്നു, അടിസ്ഥാനമില്ലാത്തവൻ പൊളിയുന്നു. പെയിന്റിന്റെ കുറവല്ല, സൈസിന്റെ കുറവല്ല, സ്തോത്രം. പകരം എന്താണ്? ആ ആ ബുദ്ധിയില്ലാത്തവൻ്റെ വീട് വീണ് പോയത് അവൻ്റെ അടിസ്ഥാനം മണലിന്മേലാണ്. എന്നാൽ ബുദ്ധി ഉള്ളവൻ്റെ വീട് വീണ് പോകാത്തത് അവൻ്റെ അടിസ്ഥാനം സ്തോത്രം പാറമേൽ ആണ്. ഹല്ലേലൂയ. ബുദ്ധി ഉള്ളവൻ്റെ അടിസ്ഥാനം അതെ പാറമേലാണ്. 26-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ ഒക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യന് തുല്യൻ ആകുന്നു. അതുകൊണ്ട് സ്തോത്രം വീട് പോകാതിരിക്കണമെങ്കിൽ കാറ്റ് വരട്ടെ, തിരമാലകൾ വരട്ടെ, ശത്രുതകൾ കടന്നു വരട്ടെ, മുഴുവൻ നരകവും നിനക്കെതിരെ പാളയമിറങ്ങട്ടെ, മുഴുവൻ ലോകവും നിനക്കെതിരെ തിരിയട്ടെ. പകരം ഈ ജീസസിനെ കാറ്റുകളുടെയും തിരമാലകളുടെ നടുവിൽ ഞാൻ വീണു പോകത്തില്ല, ഞാൻ തകർന്നു പോകത്തില്ല, ഞാൻ പതറിപ്പോകത്തില്ല എന്ന ക്രമത്തിൽ ഇന്നലത്തെക്കാൾ കുറച്ചുകൂടെ ബെറ്ററായി നിൽക്കണമെങ്കിൽ വചനം കേൾക്കാനല്ല, പ്രസംഗം കേൾക്കുന്നവനല്ല, പകരം എന്താണ്? സ്തോത്ര വചനം കേട്ട് ചെയ്യുന്നവൻ, വചനം കേട്ട് അനുസരിക്കുന്നവൻ. വചനം കേട്ട് അനുസരിക്കുന്നവൻ എത്ര കാറ്റിലും നിലനിൽക്കും. വചനം കേട്ട് അനുസരിക്കുന്നവൻ എത്ര വെല്ലുവിളിയും ജയിക്കും. വചനം കേട്ട് അനുസരിക്കുന്നവൻ എത്ര സ്തോത്രം പ്രളയത്തെയും അതിജീവിക്കും. അതുകൊണ്ട് ഈ വചനം, ഞാൻ പ്രസംഗിക്കുന്ന വചനം, സ്തോത്രം നിങ്ങൾ കേൾക്കുന്ന വചനം ധാരാളം ദൈവദാസന്മാർ പ്രസംഗിക്കുകയാണ്. ആയിരക്കണക്കിന് സ്തോത്രം ദൈവദാസന്മാർ പ്രസംഗിക്കുകയാണ്. ഇന്ന് ഈ ബുധനാഴ്ച ഞാൻ പ്രസംഗിക്കുന്ന ഈ വേളയിലും 100 കണക്കിന് ഫേസ്ബുക്ക് ലൈവ് നടക്കുന്നുണ്ടായിരിക്കും. ആയിരക്കണക്കിന് ദൈവത്തിൻ്റെ ദാസന്മാർ സ്തോത്രം പ്രസംഗിക്കുന്നു. നിങ്ങളും 12 പ്രസംഗമെങ്കിലും ഡെയിലി കേൾക്കുന്നു. ഞാൻ പറയട്ടെ, സ്തോത്രം അതെ, കുറച്ച് കേട്ടാൽ മതി. കുറച്ച് കേട്ട് എല്ലാം അനുസരിക്കാം. കുറച്ച് കേട്ട് കൂടുതൽ അനുസരിക്കുന്ന പറയാനേ എനിക്ക് ആദ്യം തോന്നി. നോ, കൂടുതലല്ലേ അനുസരിക്കേണ്ടത്, എല്ലാം അനുസരിക്കണം. വചനം കേൾക്കുന്നതല്ല സക്സസ്, വചനം അനുസരിക്കുന്നതാണ് സക്സസ്. ആത്മീയ ജീവിതത്തിന്റെ ജയമെന്ന് പറയുന്നത് എത്ര കിൻഡൽ കണക്കിന് പ്രസംഗം നിങ്ങൾ കേൾക്കുന്നു എന്നതല്ല, അതനുസരിക്കുന്നു എന്നതാണ്. അതാണ് പ്രാക്ടിക്കൽ. എത്ര പ്രസംഗം കേൾക്കുന്നു എന്നല്ല, എത്ര പ്രസംഗം അനുസരിക്കുന്നു. പലരും തിയറിയിൽ 100 മാർക്കാണ്, പക്ഷെ പ്രാക്ടിക്കലിന് തോറ്റുപോയി. പലരും തിയറിക്ക് 100 മാർക്കാണ്. രാവിലെ മുതൽ യൂട്യൂബ് വർക്ക് ചെയ്യുകയാണ്, രാവിലെ മുതൽ ഫേസ്ബുക്ക് കേൾക്കുകയാണ്. ഞായറാഴ്ചയാണെങ്കിൽ ഓസ്ട്രേലിയ മുതൽ ഞായറാഴ്ച രാത്രിയാകുമ്പോൾ അമേരിക്കയിൽ വരെ സ്തോത്രം അതേ ഉള്ള പ്രസംഗങ്ങൾ. നിങ്ങൾ എത്ര കിൻഡൽ കണക്കിന് പ്രസംഗം കേട്ടു എന്നല്ല സ്വർഗം ആവശ്യപ്പെടുന്നത്, എത്രത്തോളം നിങ്ങൾ അനുസരിച്ചു. സ്തോത്രം. അങ്ങനെ ഓരോ വ്യക്തികൾ ആ കാറ്റിലൂടെ കടന്നു പോകുമ്പോൾ കൃപയിൽ നിൽക്കുന്ന സകല ദൈവദാസന്മാർക്കും പറവാൻ തക്കോണം കഴിയും. ഞങ്ങൾ പല കാറ്റുകളിലൂടെയാണ് വന്നത്, പല ഓളങ്ങളിലൂടെയാണ് വന്നത്, പല തിരമാലകളിലൂടെയാണ് വന്നത്, പല പ്രളയങ്ങളെ അതിജീവിച്ചാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ കടന്നു വന്നത്. പക്ഷേ ഞങ്ങളെ പിടി ഏതോ അച്ചാച്ചനോ അമ്മാമയോ അല്ല ഞങ്ങൾ പിടിച്ചത്. ഞങ്ങളുടെ അടിസ്ഥാനം സ്ട്രോങ് ആയതുകൊണ്ട് ആർക്കും തകർക്കുവാൻ കഴിയാതെ ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്നു. ആ സാക്ഷ്യം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ഞങ്ങൾ കാരണം അവൻ നിന്ന് കേട്ട എന്ന് ഒരു ഭൂതവും പറയാതെ
സ്തോത്രം. ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ എന്ന് പറവാൻ നിങ്ങളുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനത്തിലായിരിക്കട്ടെ. വചനം അനുസരിക്കുക. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ ഞാൻ പറയട്ടെ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. അതുപോലെ തന്നെ റോമർക്ക് ലേഖനം 2:23. റോമർ 2:23 വായിക്കുന്നതിന് മുമ്പ് യാക്കോബ് 1:22. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ. കേൾക്കുന്നവർ തങ്ങളെ തന്നെ ചതിക്കുക. പ്രാക്ടിക്കൽ അവരനുസരിക്കുന്നില്ല. കൂടുതൽ പ്രസംഗം കേൾക്കുന്നവർ അനുസരിക്കാതെ, കേട്ടതനുസരിക്കാതെ വീണ്ടും പ്രസംഗം കേൾക്കുന്നവർ തങ്ങളെ തന്നെ ചതിക്കുന്നതാണ്. ഞാനല്ല പറയുന്നത്, തിരുവചനം പറയുന്നു. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരും ആയിരിക്കുക. Not only the hearers of the word of God, but rather than the doers of the word of God. Hearers and doers. സ്തോത്രം. അതെ, നമ്മൾ ദൈവവചനം കേൾക്കുക മാത്രമല്ല, നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയും ചെയ്യുക. സിമിലർ ആയിട്ടുള്ള വാക്യമാണ് റോമർക്ക് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. റോമർക്ക് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല, വചനം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ. പകരം ന്യായപ്രമാണം ആചരിക്കുന്നവർ അഥവാ പ്രവർത്തിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ വചനം കേൾക്കാൻ മാത്രമല്ല ഉള്ളത്, വചനം ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുസരിക്കാനുള്ളവരാണ്. മഴ പെയ്തു, വെള്ളം പൊങ്ങി, പ്രളയമുണ്ടായി, പക്ഷേ ആ വീട് നിന്നു. കാരണം അത് സ്തോത്രം തിയറി മാത്രമല്ല, അവിടെ പ്രാക്ടിക്കലും ഉണ്ടായിരുന്നു. അത് പാറമേൽ അടിസ്ഥാനമുണ്ടായിരുന്നു. സിമിലറായി സ്തോത്രം ലൂക്കോസ് സുവിശേഷത്തിൽ അതേ ഉപമ തന്നെ ആവർത്തിച്ച് ലൂക്കോസ് എന്ന വൈദ്യൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. എന്നാൽ മത്തായിലില്ലാത്ത ഒരു പദം ലൂക്കോസിലുണ്ട്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അത് പറവാനാണ് ലൂക്കോസ് വിശേഷത്തിൽ കൂടെ അത് വായിപ്പാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസ് വിശേഷം 6-ാം അധ്യായം 46 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് വിശേഷം 6-ാം അധ്യായം 46 മുതൽ താഴേക്ക് സെയിം കോൺസെപ്റ്റാണ്. അതേ ചിന്ത തന്നെ മത്തായി പറയുന്ന അതേ കാര്യമാണ് ലൂക്കോസ് പറയുന്നത്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, ഒത്തിരി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിനക്കെൻ്റെ വീടിൻ്റെ വഴി അറിയാമല്ലോ കർത്താവേ. കർത്താവെ, പട്ടത്തിറങ്ങിയിട്ട് അതേ വലത്തേക്ക് നടക്കണം കർത്താവേ. വൈദ്യുതി ഭവൻ കാണും, അങ്ങോട്ട് കയറല്ലേ കർത്താവേ. എവിടെ ഇങ്ങോട്ട് കയറിയാൽ ഷോക്ക് അടിക്കും കർത്താവേ. വൈദ്യുതി ഭവനാണ് കർത്താവേ. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ എക്സെട്രാ ഇതിനെ കർത്താവിന് സ്തോത്ര കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരല്ല, കർത്താവിന് വഴി കാണിച്ചു കൊടുക്കുന്നവരല്ല, കർത്താവിന് റൂട്ട് മാപ്പ് വരയ്ക്കുന്നവരല്ല. കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനം അനുസരിക്കുന്നതാണ് ഉത്തമമെന്ന് 47-ാം വാക്യം. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വചനം കേൾക്കണം, വചനം അനുസരിക്കണം. ഓക്കെ, 48-ാം വാക്യത്തിലാണ് ആ പദം കിടക്കുന്നത്. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യൻ. വെള്ളപ്പൊക്കമുണ്ടായി, ഒഴുക്ക് വീടിനോട് അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതുകൊണ്ട് അത് ഇളകിപ്പോയില്ല. കൊള്ളാല്ല കർത്താവേ. വെള്ളപ്പൊക്കം ഉണ്ടായി, ഒഴുക്ക് വീടിനോട് അടിച്ചു, പലരും ശുശ്രൂഷയിൽ നിന്ന് പോയി. വെള്ളം അതേ സ്തോത്രം ഇടുക്കി പൊങ്ങുന്നെന്ന് കേട്ടപ്പോഴേ പലരും പിന്മാറ്റത്തിൽ പോയി. ചെറുതോണി ഡാമിൽ വെള്ളം പൊങ്ങുന്നത് കേട്ടപ്പോഴേ പലരും വിശ്വാസത്തിൽ നിന്ന് പോയി. എന്നാൽ സ്തോത്രം എൻ്റെ കഥ ചെറുതോണിയിലല്ല, എൻ്റെ തലയ്ക്ക് മുകളിലൂടെ വെള്ളം വന്നു, സ്തോത്രം കാറ്റടിച്ചു, പക്ഷെ ഞാൻ തകർന്നില്ല. കുറച്ചുകൂടെ ബെറ്ററായി ഞാൻ ജീവിക്കുന്നു. കാരണം എൻ്റെ അടിസ്ഥാനം മണനുമേലല്ല. 48-ാം വാക്യം ഫസ്റ്റ് വേർഡ് പറയുന്നു, ആഴെ കുഴിച്ചു പാറമേൽ അടിസ്ഥാനമിട്ട്. മത്തായി അത് പറയുന്നില്ല, ആഴത്തിൽ അടിസ്ഥാനം. ആഴയാണ് അവൻ കുടിച്ച് അടിസ്ഥാനമിട്ടത്. ആഴത്തിലാണ് അടിസ്ഥാനം. ചുറ്റിയിരിക്കുന്ന എല്ലാവരും നോക്കി പറഞ്ഞാട്ടെ, അടിസ്ഥാനം ഇടുന്നെങ്കിൽ ആഴത്തിലിടണം. പെട്ടെന്ന് പറ, അടിസ്ഥാനം ഇടുന്നെങ്കിൽ എങ്ങനെ ഇടണം? ആഴത്തിലിടണം. അതും പാറമേൽ അടിസ്ഥാനം. പാറമേൽ അടിസ്ഥാനം ഇടാൻ എൻ്റെ കർത്താവേ എന്തോ എഫർട്ടാണ്. മണലുമേൽ പണിയാൻ വളരെ എളുപ്പം കേട്ടോ. സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. സ്തോത്രം. അത് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, 2 ലൈറ്റ് വാങ്ങണം, ഒരു ക്യാമറ വാങ്ങണം. സ്തോത്രം. അതേ രാവിലെ മുതൽ രാത്രി വരെ ചെത്തി പ്രസംഗിക്കണം. വളരെ പെട്ടെന്ന് ഫോളോവേഴ്സിന് കിട്ടും, വളരെ പെട്ടെന്ന് ഓഡിയൻസിന് കിട്ടും. ലോകത്തിൽ പേരെടുപ്പാൻ, ലോകത്തിൽ സ്ഥാനമുണ്ടാക്കാൻ, ലോകത്തിൽ എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രമായി തീരുവാൻ വളരെ എളുപ്പമാണ്. ഞാൻ പറയുന്നത് അതല്ല. ഞാൻ പറയുന്നത് ലോകത്തിൽ ഫാൻസ് അസോസിയേഷൻ കൂട്ടുന്ന കാര്യമല്ല, ലോകത്തിൽ പ്രസിദ്ധനാകുന്നതല്ല. ഞാൻ പറയുന്നത് ആർക്കും പൊളിപ്പാൻ കഴിയാത്തവനായി നിൽക്കുവാൻ, ഒന്നിനും തകർക്കുവാൻ കഴിയാത്തവനായി നിൽപ്പാൻ, ഒരു പാതാള ഗോപുരത്തിനും ഒരു മനുഷ്യനെ തകർക്കാൻ കഴിയാതെ ദൈവം എന്നെ പണിതിരിക്കുന്നു എന്ന ക്രമത്തിൽ ജയിച്ചു നിൽപ്പാൻ. പാരഫ്രൈസായി, മണലിന്മേൽ പണിയാനല്ല. മണലിന്മേൽ പണിയാൻ വളരെ എളുപ്പം. മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് പണിയാം, പെട്ടെന്ന് വലിയവരാകണം.
പല ദൈവദാസന്മാർക്കും പെട്ടെന്ന് വലിയവരാകണം, സഭ പെട്ടെന്ന് വളരണം. പക്ഷെ അത് കാണുമ്പോൾ എനിക്ക് പേടിയാണ്, ഞാൻ പോകത്തില്ല. കാര്യം എന്താണെന്ന് അറിയോ? പെട്ടെന്ന് പഠിക്കുന്നവൻ ഏത് നേരവും പെട്ടെന്ന് പൊളിയും. പെട്ടെന്ന് പഠിക്കുന്നവൻ പെട്ടെന്ന് പൊളിയും. കാരണം മണലിലാണ് ഈ പരിപാടി നിൽക്കുന്നത്. എന്നാൽ വില കൊടുത്ത് പാറമേൽ പണിയുന്നവൻ, പാറയിൽ പണിയുമ്പോൾ മുറിവേൽക്കും. പാറയിൽ പണിയുമ്പോൾ എഫേർട്ട് കൂടുതലാണ്. പക്ഷേ പാറയിൽ പണിത് സ്തോത്രം മുറിവേറ്റാൽ, ഈ പാറയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുക, അങ്കിൾമാരോട് ചോദിക്കുക. ആ പാറയിൽ തമിര് എന്ന് പറയും അല്ലേ? സ്തോത്രം. അതെ, ആ അങ്കിൾമാരോട് ചോദിക്കുക. അവർ പറഞ്ഞു സൂക്ഷിച്ചില്ലെങ്കിൽ മുറിവേൽക്കും. ഞങ്ങൾക്കെല്ലാം മുറിവേറ്റിട്ടുണ്ട്, പക്ഷെ തോറ്റിട്ടില്ല. ഞങ്ങൾക്കെല്ലാവരും മുറിവേറ്റിട്ടുണ്ട്, പക്ഷെ തോറ്റിട്ടില്ല. തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. നാളെ വിളിക്കും സെൻട്രൽ സ്റ്റേഡിയത്തിൽ. തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. കള്ളം, പച്ചക്കള്ളം. അവരൊത്തിരി പ്രാവശ്യം തോറ്റതാ. നമ്മളാണ് ജയിച്ച പാർട്ടി. നാളെ സത്യപ്രതിജ്ഞ ചെയ്ത അവരൊത്തിരി പ്രാവശ്യം തോറ്റേ, പക്ഷേ ഞങ്ങൾ മുറിവേറ്റെങ്കിലും തോറ്റിട്ടില്ലേ? കാരണം ഞങ്ങളുടെ നേതാവ് ജീവിക്കുന്നേ. ഓ സ്തോത്രം. അങ്ങനെ തോൽക്കാതെ ദൈവത്തിൻ്റെ കൃപയാൽ ജയിച്ചു നിൽക്കുവാൻ ഗുണം ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമായിട്ട് പണിയപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പകുതിയായുള്ള സ്തോത്രം. കർത്താവ് എനിക്ക് തന്ന എല്ലാം പറയുവാൻ വേണ്ടി ടൈമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം അതെ ഇപ്പോൾ തന്നെ ആ ബോക്സിൽ പോസ്റ്റ് ചെയ്താട്ടെ. ദൈവകൃപയാൽ ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കും. ഒരു 10 മിനിറ്റ് ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് പോകും. ആരും എന്നോട് കയറിവിക്കല്ല. സ്തോത്രം. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിന്ന് ചിക്കൻ്റെ കാല് കടിക്കാം. ഹല്ലേലൂയ. പിടിക്കാം. ഐ എം സോറി. സ്തോത്രം. ഓക്കെ. ഹല്ലേലൂയ. സോ ദൈവകൃപയാൽ കേൾക്കണമേ. ഈ ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ പണിയപ്പെടണം. കൃപാവരങ്ങളിലല്ല നമ്മൾ പണിയപ്പെടുന്നത്, രോമാഞ്ചങ്ങളിലല്ല നമ്മൾ പണിയപ്പെടുന്നത്, വചനപ്രകാരം നമ്മൾ പണിയപ്പെടണം. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, കർത്താവേ എന്നെ വചനപ്രകാരം പണിയണമേ. സ്തോത്രം. മാനിഫെസ്റ്റേഷനിലല്ല, സ്ലെയിൻ ഇൻ ദ സ്പിരിറ്റിലല്ല നമ്മൾ പണിയുന്നത്, രോഗശാന്തിയിലല്ല പണിയുന്നത്, ദർശനങ്ങളിലും സ്വപ്നത്തിലുമല്ല പണിയുന്നത്. ഈ വിശുദ്ധ പുസ്തകം ദൈവത്തിൻ്റെ വചനത്തിലാണ് എന്നെ പണിയേണ്ടത്. ആ ദൈവത്തിൻ്റെ വചനം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രകാശമായി വെളിപ്പാടായി കടന്നു വരാതിരിക്കുന്ന 5 ശത്രുക്കളുണ്ട്. സ്തോത്രം. 15 മിനിറ്റ് വേണം, ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു പോകാം. നമ്പർ 1, വെയിൻ ട്രഡീഷൻ, വ്യർത്ഥ പാരമ്പര്യം. വ്യർത്ഥ പാരമ്പര്യം. വചനത്തിൻ്റെ സ്വാതന്ത്ര്യം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാത്തത് പലപ്പോഴും വ്യർത്ഥ പാരമ്പര്യത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. അപ്പൻ പോയ പള്ളിയിലേ പോകത്തുള്ളൂ, അമ്മ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കത്തുള്ളൂ. അപ്പൻ സെക്രട്ടറി ആയിരുന്നു, ഞാനും സെക്രട്ടറി ആയിരുന്നു. അത് ഏത് പള്ളിയാണെങ്കിലും, അത് ഏത് ഡിനോമിനേഷൻ ആണെങ്കിലും വ്യർത്ഥ പാരമ്പര്യങ്ങൾ നിങ്ങളുടെ വചനത്തിൻ്റെ ജ്വലനത്തെ കെടുത്തിക്കളയുന്നു. നല്ല പാരമ്പര്യങ്ങളുണ്ട്. അപ്പൻ്റെ അധ്വാനങ്ങൾ, അമ്മയുടെ പ്രാർത്ഥനകൾ, നല്ല പാരമ്പര്യങ്ങൾ മാത്രം നമുക്ക് മതി. വ്യർത്ഥ പാരമ്പര്യം നിങ്ങളുടെ ആത്മീയ ജ്വലനത്തെ കെടുത്തിക്കളയുന്നു. രണ്ടാമത്തെ വേറൊരു കാര്യമാണ് മുൻവിധി. ഞാൻ ഏതാണ്ട് ഒരു വലിയ ആളാണ് എന്ന ഒരു മുൻവിധി. ഞാൻ ഏതാണ്ട് വലിയ ആളാണ് എന്ന മുൻവിധി. നമ്മുടെ സംഘടനയാണ് ഏറ്റവും വലുത് എന്ന മുൻവിധി. ലോകം മുഴുവൻ നമ്മുടെ പ്രസ്ഥാനം മാത്രം എന്തോ വൃക്ഷം പോലെ, ആലുവൃക്ഷം പോലെ ഇങ്ങനെ പടർന്നു കിടക്കുന്നു എന്ന മുൻവിധി. മുൻവിധി 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 എന്ന് പറയുന്നത് അത് പ്രൈഡിൻ്റെ നിഴലാണ്, അത് അഹങ്കാരമാണ്. സ്തോത്രം. അതെ, അതൊരു നിഗളമാണ്. ഞങ്ങൾ ഏതാണ്ട് അറിയാം, ഈ കേൾക്കാനിരിക്കുന്ന ബാക്കി ആൾക്കാരെക്കാൾ എനിക്ക് ഏതാണ്ട് കൂടുതൽ വചനത്തിൽ അറിയാം. അത് മുൻവിധിയാണ്. ആ മുൻവിധി എപ്പോഴാണോ എനിക്ക് കയറുന്നത്, സ്തോത്രം, അത് ആത്മീയ വളർച്ചയ്ക്ക്, ആത്മീയ പണിക്ക് അത് ശത്രുവാണ്. ഈ ശിശുവിനെ പോലെ നിങ്ങൾ തിരിയുന്നില്ല എങ്കിൽ, സ്തോത്രം, എന്നാൽ മാത്രമേ ദൈവത്തിന് നമ്മെ ഉയർത്താൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം, തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തുന്നു. സ്തോത്രം. പക്ഷേ മുൻവിധിയുള്ളവർ അങ്ങനെയല്ല. മുൻവിധിയുള്ളവർ അവർ സ്തോത്രം അഹങ്കാരികളായിരിക്കും. മറ്റതാണ് തെറ്റിദ്ധാരണകൾ. വചനത്തിലുള്ളതായ ധാരണയാണ് നമുക്ക് വേണ്ടിയത്. വചനത്തിന് വെളിപ്പാടാണ് നമുക്ക് വേണ്ടിയത്. എന്നാൽ നമുക്കുള്ളത് സ്തോത്രം പലതിനെയും കുറിച്ച് ഉള്ളതായ തെറ്റിദ്ധാരണകൾ. പലപ്പോഴും തെറ്റിദ്ധാരണകളാണ് നാം ജീവിക്കുന്നത്. തെറ്റിദ്ധാരണ ദൈവത്തിൻ്റെ വചനത്തിന് സ്തോത്രം വിരുദ്ധമാണ്. തെറ്റിദ്ധാരണകൾ, വ്യക്തികളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, ഉപദേശത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, ഉദാഹരണമായി സ്നാനത്തെക്കുറിച്ച്, അന്യഭാഷയെക്കുറിച്ച്, എക്സെട്ര ഏതൊരു കാര്യത്തെയും കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ. തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് കുണ്ടുകിണറ്റിലെ തവള പോലെയാണ്. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. കള്ളം, പച്ചക്കള്ളം. തവളയെ കയറുവാ,
സ്തോത്രം, ഇവിടെ ഒത്തിരി രാജ്യങ്ങളുണ്ട്, 7 ഭൂഖണ്ഡങ്ങളുണ്ട്. നിന്റെ കുണ്ട് കിണറ്റിൽ നിന്ന് കയറി വാ. സ്തോത്രം, തെറ്റിദ്ധാരണയിൽ കിടക്കുന്നവർ ഒരിക്കലും വിടുതൽ പ്രാപിക്കുന്നില്ല. പിന്നെ സ്തോത്രം, 15 കൊല്ലം കഴിഞ്ഞ് കയറി വരുമ്പോഴേക്കും അയ്യോ നീ ലേറ്റായി പോയി. തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് പല സഭകൾ പൊളിഞ്ഞത്. തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് പല ദൈവദാസന്മാരെ അകറ്റി നിർത്തിയത്. തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് പല വ്യക്തികളെ സ്തോത്രം തകർത്ത് കളഞ്ഞത്. ഞാൻ ഓർക്കുന്നു, ഒരു ദൈവദാസൻ സ്തോത്രം പല വർഷങ്ങൾക്കും നിത്യതയിൽ പോയി, മരിച്ചുപോയി. സ്തോത്രം, അദ്ദേഹം മരിച്ച് ഒരു 7-8 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, നിങ്ങൾക്കറിയാം ദേവദാസൻ ഇങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി ഇങ്ങനെയായിരുന്നു, മറ്റേ കാര്യത്തിൻ്റെ യഥാർത്ഥ ചിത്രം ഇതായിരുന്നു, നിങ്ങൾ കേട്ട ആ കോൺട്രവേഴ്സി അങ്ങനെയല്ല, അദ്ദേഹം ജീവിച്ചത് ഇതായിരുന്നു. അപ്പോഴാണ് ഓരോരുത്തർ പറഞ്ഞു, അയ്യോ അവനെ ഒതുക്കാൻ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, മറ്റേ ചെയ്തു, മറിച്ച് ചെയ്തു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവരെല്ലാം കൂടെ തീരുമാനിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ സ്തോത്രം അതെ മഞ്ഞപ്പത്രത്തിലൂടെ സ്തോത്രം നമുക്ക് മാസികയിലൂടെ അങ്ങനെയല്ല ഇങ്ങനെയെന്ന് നമുക്കിനി തിരിച്ചെഴുതി പരിഹാരം തേടാം. സോറി, പുള്ളി പോയിട്ട് ഇനി ഏതെങ്കിലും മലയിൽ കയറി നിന്ന് വിശുദ്ധ അന്തോണീസേ എന്ന് പറഞ്ഞ് നിങ്ങൾ വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അയാൾ ജീവിച്ചിരുന്നപ്പോൾ സ്വസ്ഥത കൊടുത്തിരുന്നെങ്കിൽ 2 കൊല്ലം കൂടെ പുള്ളി ജീവിച്ചിരുന്നേനെ. മുൻവിധികൾ ബന്ധങ്ങളെ തകർക്കുന്നു, മുൻവിധികൾ ശുശ്രൂഷകളെ തകർക്കുന്നു. അതുകൊണ്ട് സഭയിൽ സ്തോത്രം, സഭക്കാർ എന്ന് പറയുന്നവർ, വിശ്വാസികൾ എന്ന് പറയുന്നവർ ഏറ്റവും കൂടുതൽ തങ്ങളുടെ പണിപ്പുരയിൽ പാചകം ചെയ്ത് ഇറക്കുന്ന കാര്യമാണ് മുൻവിധി. ദൈവത്തിൻ്റെ ജനം മുൻവിധിയിലല്ല ജീവിക്കേണ്ടത്, തെറ്റിദ്ധാരണകളിൽ ജീവിക്കേണ്ടത്. സ്തോത്രം, വെളിപ്പാടിലാണ് ജീവിക്കേണ്ടത്. നമ്പർ 4, അൺബിലീഫ്, അവിശ്വാസം ആത്മീയ ജ്വലനത്തെ കെടുത്തുന്നു. അവിശ്വാസം അത് വലിയ ശത്രുവാണ്. യേശുവിന് പോലും അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം. സ്തോത്രം, അവിശ്വാസം നിമിത്തം കർത്താവിന് പോലും അവിടെ ഒന്നും ചെയ്യുവാൻ തൊക്കൊണ്ട് കഴിഞ്ഞില്ല. അവിശ്വാസമുണ്ടോ, ആത്മീയമായി നിങ്ങൾക്ക് പണിയപ്പെടുവാൻ തൊക്കൊണ്ട് കഴിയത്തില്ല. ഒടുവിലായി പറയട്ടെ, അനുസരണക്കേട് വലിയൊരു കാര്യമാണ്. അനുസരണക്കേട്. നമ്മൾ വചനം പറയും, നമ്മൾ വചനം എഴുതും, നമ്മൾ വചനം പ്രചരിപ്പിക്കും. എല്ലാ ദിവസവും നമ്മൾ വചനം പ്രചരിപ്പിക്കും. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന വചനം നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? തിയറിക്ക് 100, പ്രാക്ടിക്കൽ 0. തിയറിക്ക് സ്തോത്രം യൂണിവേഴ്സിറ്റി റാങ്ക്. അതുകൊണ്ട് വാചകമടിയല്ല ആത്മീയ ജീവിതം. അനുസരണം സ്തോത്രം, അനുസരണം സ്തോത്രം. 5 കാര്യം ഞാൻ പറഞ്ഞു. അത് ഈ വചനത്തിൽ നിങ്ങൾ പണിയപ്പെടാതിരിക്കുന്നതിനുള്ള ശത്രുക്കളായ 5 കാര്യം. വെയിൻ ട്രഡീഷൻ, വ്യർത്ഥമായ പാരമ്പര്യം, മുൻവിധി, തെറ്റിദ്ധാരണ, അവിശ്വാസം, സ്തോത്രം, അനുസരണക്കേട്. എന്നാൽ യൂദാ പറയുകയാണ്, നമ്മൾ വായിച്ചു തുടങ്ങിയ വാക്യം ഇതാണ്, യൂദായുടെ ലേഖനം 20-ാം വാക്യം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തി സ്തോത്രം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ടെ. ഇസ്കറിയോത്ത് അല്ലാത്ത യൂദയോട് കർത്താവ് പറയുന്നതായ ഒരു ക്ലാസ് അവിടെയുണ്ട്, ഒരു സ്പെഷ്യൽ ക്ലാസ്. ഇസ്കറിയോത്ത് അല്ലാത്ത യൂദയോട് കർത്താവ് പറയുന്ന ഒരു ക്ലാസ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം, അതിൻ്റെ സ്തോത്രം 20 മുതൽ 23 വരെയാണ്. യോഹന്നാൻ സുവിശേഷം 14:22 ആദ്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 14:22. സ്തോത്രം. ഇസ്കറിയോത്ത് അല്ലാത്ത യൂദ അവനോട്, കർത്താവേ, എന്ത് സംഭവിച്ചിട്ടാകുന്നു ഈ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. കേൾക്കുക, പണിയപ്പെടുന്ന വിശ്വാസിയുടെ 5 പ്രത്യേകത കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മൾ കർത്താവിൻ്റെ പണിപ്പുരയിലാണ്. പണിയപ്പെടുന്ന വിശ്വാസിക്ക് വെളിപ്പെടുന്നതായ 5 കാര്യങ്ങൾ, 5 ശത്രുക്കളെ കുറിച്ച് ഞാൻ പറഞ്ഞു. സ്തോത്രം. പണിയപ്പെടുന്ന വിശ്വാസിയിൽ വെളിപ്പെടുന്ന 5 കാര്യങ്ങൾ. ഇസ്കറിയോത്ത് അല്ലാത്ത യൂദ അവനോട്, കർത്താവേ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്താൻ പോകുന്നത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, പണിയപ്പെടുന്നു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്തോത്രം, കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങൾക്ക് ലഭിക്കുന്നു. എഴുതിയിട്, പണിയപ്പെടുന്നുവെങ്കിൽ. എഴുതിയെടുക്ക്, പണിയപ്പെടുന്നവരെങ്കിൽ നിങ്ങൾ കർത്താവിൽ സ്തോത്രം എന്തോ ലഭിക്കുന്നു? വെളിപ്പാട് ലഭിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിൽ പണിയപ്പെടുന്നു എങ്കിൽ കർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് വെളിപ്പാട് ഉണ്ടാകുന്നു. നിങ്ങൾ ക്രിസ്തുവിൽ പണിയപ്പെടുന്നവരെങ്കിൽ കർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് വെളിപ്പാട് ഉണ്ടാകുന്നു. അയ്യോ, ഒരു കാര്യം ഞാൻ യഥാർത്ഥത്തിൽ മറന്നു, ഇന്ന് ഹോംവർക്ക് കൊടുക്കാൻ മറന്നില്ല. ഇന്നത്തെ ഹോംവർക്ക് ഇതാണ്. ഇന്നത്തെ ഹോംവർക്ക്, പഴയ നിയമത്തിൽ ക്രിസ്തു എവിടെയൊക്കെ വെളിപ്പെട്ടു? പഴയ നിയമത്തിൽ ഭക്തന്മാരുടെ മുൻപിൽ കർത്താവ് എവിടെയൊക്കെ വെളിപ്പെട്ടു? പഴയ നിയമത്തിൽ കർത്താവ് എവിടെയൊക്കെ വെളിപ്പെട്ടു? പഴയ നിയമത്തിലും തൃത്വത്തിൽ രണ്ടാമൻ്റെ വെളിപ്പാട് നിങ്ങൾക്ക് കാണുവാൻ കഴിയും.
ഒരു ഉദാഹരണം ഞാൻ പറയാം. യോർദാന്യ സമഭൂമിയിൽ യെരിഹോ സമഭൂമിയിൽ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി കർത്താവ് യേശു യോശുവയുടെ മുൻപിൽ വെളിപ്പെട്ടു. ദ ക്യാപ്റ്റൻ ഓഫ് ലോർഡ്സ് ആർമി. സ്തോത്രം. യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി യോശുവയുടെ മുൻപിൽ കർത്താവ് വെളിപ്പെട്ടു. അബ്രഹാമിൻ്റെ മുൻപിൽ, മോശയുടെ മുൻപിൽ ഒക്കെ കർത്താവ് വെളിപ്പെട്ടിട്ടുണ്ട്. പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകൾ, വെളിപ്പാടുകൾ എവിടെയൊക്കെയാണ് ഉണ്ടായത്? മറക്കരുത്, കർത്താവിൽ നിങ്ങൾ പണിയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒന്നാം സമ്മാനമടിക്കുന്ന ലോട്ടറി ടിക്കറ്റ് പേഴ്സിലുണ്ടാകും എന്നല്ല ഇന്നത്തെ ദൂത്. കർത്താവിൽ നിങ്ങൾ പണിയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ സ്തോത്രം അമേരിക്കയിൽ $1 മില്യൺ വീട് വാങ്ങും എന്നതല്ല ഇന്നത്തെ ദൂത്. കർത്താവിൽ നിങ്ങൾ പണിയപ്പെടുന്നു എങ്കിൽ നിങ്ങൾ ഇൻ്റർനാഷണൽ മിനിസ്റ്ററാകും എന്നതല്ല ഇന്നത്തെ ദൂത്. അതൊക്കെ മേടിച്ചോ, വല്ലപ്പോഴും എന്നെ ഓർത്താട്ടെ, നിങ്ങൾ രാജ്യത്തെ പ്രാപിക്കുമ്പോൾ എന്നെ മറന്നു പോകല്, അതെല്ലാം പേടിച്ചോ, എനിക്കൊരു വിരോധമില്ല. പക്ഷെ ക്രിസ്തുവിൽ പണിയപ്പെടുന്നു എങ്കിൽ സ്തോത്രം നിങ്ങൾക്ക് കർത്താവിനെ അവൻ വെളിപ്പെടുത്തും. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അധികമായി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ 50 മീറ്റർ ഉള്ളത് അനുസരിച്ച് കഴിയുമ്പോൾ അടുത്ത 150 മീറ്ററിൻ്റെ വെളിപ്പാട് കിട്ടുന്നു. ആ 150 മീറ്റർ നിങ്ങൾ അനുസരിച്ച് കഴിയുമ്പോൾ 2.5 കിലോമീറ്ററിൻ്റെ അടുത്ത വെളിപ്പാട് കിട്ടുന്നു. ആ 2.5 കിലോമീറ്റർ നിങ്ങൾ അനുസരിച്ച് കഴിയുമ്പോൾ, ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സ്തോത്രം 10 കിലോമീറ്ററിന് നിങ്ങൾക്ക് കിട്ടുന്നു. അങ്ങനെ നിങ്ങളുടെ ജീവിതം അനന്തമായി വെളിപ്പാടുകളാൽ നീണ്ടുപോകുകയാണ്, വെളിപ്പാടുകൾ വർദ്ധിക്കുകയാണ്. ഇന്നലെ ഈ ദൂത് പ്രസംഗിക്കാൻ എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് കർത്താവിൻ്റെ കൃപയാൽ പ്രാപിച്ചിട്ടാണ് ദൈവകൃപയാൽ നിങ്ങളുടെ മുൻപിൽ ഞാൻ നിൽക്കുന്നത്. എക്സാക്ട്ലി ഇതേപോലെ എത്രത്തോളം നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച കാര്യം, കർത്താവ് നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ അനുസരിക്കുന്നു, അടുത്ത ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് സ്തോത്രം ഇപ്പം കേട്ടത് നിങ്ങൾ ചെയ്യുമ്പോഴാണ്. അല്ലാതെ ടച്ച്, ഫയർ, ഫാൾ, ഗെറ്റ് അപ്പ്, ഹാൻഡ്സ് അപ്പ്, റൈറ്റ് ടേൺ, ലെഫ്റ്റ് ടേൺ എന്ന് പ്രാസംഗൻ പറയുമ്പോഴല്ല ഈ പരിപാടി നടക്കുന്നത്. അടുത്ത ലെവലിലേക്ക് നിങ്ങൾ പോകുന്നത് കുറച്ച് ഇക്കിളിയിട്ട് ബഹളം ഉണ്ടാക്കുമ്പോഴല്ല, കേട്ടത് നിങ്ങൾ അനുസരിക്കുമ്പോഴാണ്. ആരും മിണ്ടുന്നില്ല, ഞാൻ പോകുന്ന സ്തോത്രം. കേട്ടത് നിങ്ങൾ അനുസരിക്കുമ്പോഴാണ്. നിങ്ങൾ കേട്ടത് എത്ര കേട്ടെന്നല്ല, എത്ര കിൻഡൽ കണക്കിന് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള പ്രാസംഗികന്മാരെ കേട്ടെന്നല്ല, കേട്ടത് നിങ്ങൾ അനുസരിക്കുമ്പോഴാണ് അടുത്ത ലെവലിൽ ദൈവം നിങ്ങളെ വെളിപ്പെടുത്തുന്നത്. 5 കാര്യം പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. അതെ, എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? യൂദയുടെ കർത്താവ് പറയുകയാണ് 20 വാക്യം മുതൽ താഴേക്ക്. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 14 20 ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അറിയും. നമ്പർ 1, ക്രിസ്തുവിൽ പണിയപ്പെടുന്നവൻ കർത്താവിൽ ഒന്നായിരിക്കും. ഓൺ യൂണിറ്റി, അല്ലെങ്കിൽ സ്തോത്രം ഒരുമനപ്പെട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൽ, നിങ്ങൾ എന്നിൽ, ഞാൻ നിങ്ങളിൽ, ഞാൻ എൻ്റെ പിതാവിൽ, നിങ്ങൾ എന്നിൽ, ഞാൻ നിങ്ങളിൽ, ഞാൻ എൻ്റെ പിതാവിൽ, നിങ്ങൾ എന്നിൽ, ഞാൻ നിങ്ങളിൽ. ഒരിക്കൽ കൂടെ, ഞാൻ എൻ്റെ പിതാവിൽ, നിങ്ങൾ എന്നിൽ, ഞാൻ നിങ്ങളിൽ. സ്വപിതാവും പുത്രനുമായി പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ഒന്നായിരിക്കുകയാണ്. അൺസെപ്പറബിളായി നിങ്ങൾ കർത്താവിൽ ഒന്നായിരിക്കുകയാണ്. അതാണ് ആത്മീയ ജീവിതം. ക്രിസ്തുവിൽ പണിയപ്പെടുന്നുവെങ്കിൽ അൺസെപ്പറബിളായി എന്തോ പ്രവർത്തനങ്ങൾ വന്നാലും, രാസപ്രവർത്തനങ്ങളാണല്ലോ പല വസ്തുക്കളെ, എലമെൻസിനെ ഉണ്ടാക്കുന്നത്. പക്ഷേ ക്രിസ്തുവിൽ നിന്ന് നിങ്ങളെ വിഭജിപ്പാൻ കഴിയാതെ നിങ്ങളെ സ്തോത്രം ഒന്നാക്കി നിർത്തുന്നതാണ് പണിയപ്പെട്ട വിശ്വാസിയുടെ ലക്ഷണം. മരണം വരുന്നു, കുടുംബത്തിൽ നിലവിളികൾ ഉണ്ടാകുന്നു, പ്രാണനൊരുകിയ സകലതും നഷ്ടപ്പെടുന്നു. പക്ഷെ എന്നിട്ടും ക്രിസ്തു യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാർ എന്ന് ദൈവകൃപയാൽ ഉറച്ചു നിൽക്കുന്ന ഒരു പാസ്റ്റർ ഉണ്ടെങ്കിൽ, ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ, ഒരു പ്രാസംഗികനുണ്ടെങ്കിൽ, അതിനർത്ഥം അവൻ ആർക്കാണ്ടിട്ട് പണിയുന്നതല്ല, കർത്താവ് അവനെ പണിയുന്നു. പണിയുന്നവൻ്റെ ലക്ഷണം അവർ കർത്താവിൽ അൺസെപ്പറബിൾ ആയിരിക്കുന്നു. റോമർക്ക് ലേഖനം 8 31, 35 ഒക്കെയാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. അൺസെപ്പറബിൾ. അഗൈൻ നമ്പർ 2, രണ്ടാമത്തെ കാര്യം യോഹന്നാൻ സുവിശേഷം 14 അധ്യായം 21 വാക്യം. ഹല്ലേലൂയ. 21 വാക്യത്തിൽ രണ്ടാമത്തെ ലക്ഷണം, പണിയപ്പെട്ട വിശ്വാസിയുടെ രണ്ടാമത്തെ ലക്ഷണം പറയുന്നു, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. നമ്പർ 2, സ്തോത്രം. കർത്താവിനെ സ്നേഹിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നു. ചിന്തിച്ചാട്ടെ, നിങ്ങൾക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, ഫ്രണ്ട്സുണ്ട്, ദേവദാസന്മാരുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്.
ശുശ്രൂഷയുണ്ട്, സമ്പത്തുണ്ട്, ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ നമ്മളുമായി കണക്ട് ചെയ്താൽ നമ്മുടെ ചുറ്റുമുണ്ട്. എത്ര പേർക്ക് പറയാൻ കഴിയും, നീ എനിക്ക് തന്ന എല്ലാറ്റിനേക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, നീ എനിക്ക് തന്ന എല്ലാറ്റിനേക്കാളും എന്തിനേക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്തോ എനിക്ക് തന്നാലും ഞാൻ ദാനത്തിലേക്കല്ല നോക്കുന്നത്, ഞാൻ ദാതാവിലേക്കാണ് നോക്കുന്നത്. നീ എത്ര അനുഗ്രഹിച്ചാലും ഞാൻ അനുഗ്രഹത്തിലേക്കല്ല നോക്കുന്നത്, അനുഗ്രഹത്തിൻ്റെ ഉടമസ്ഥനിലേക്കാണ് നോക്കുന്നത്. എത്ര കൃപാവരം തന്നാലും ഞാൻ കൃപാവരങ്ങളിലേക്കല്ല നോക്കുന്നത്, കൃപാവരങ്ങളുടെ ഉടമസ്ഥനിലേക്കാണ് നോക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ലവ് എൻ്റെ കർത്താവായിരിക്കും. വെളിപ്പാട് 2:4 എൻ്റെ ആദ്യ സ്നേഹം ഞാൻ മറ്റൊരുത്തനും വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ ആദ്യ സ്നേഹം ഞാൻ മറ്റൊരുത്തനും വിട്ടുകൊടുക്കത്തില്ല. ക്രിസ്തുവിൽ പണിയപ്പെടുന്ന വിശ്വാസിയുടെ ലക്ഷണമാണ് ആര് വന്നാലും എന്ത് വന്നാലും അവൻ കർത്താവിനെ ആയിരിക്കും അവനെ സ്നേഹിക്കുന്നത്. നമ്പർ 3, സ്തോത്രം. അതെ, സ്നേഹിക്കുന്നവനാകുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവനെന്നാണ് ആ വാക്യത്തിൻ്റെ ആദ്യം പറയുന്നത്. ദാറ്റ് മീൻസ് അവൻ അനുസരിക്കുന്നു. ക്രിസ്തുവിൽ പണിയപ്പെടുന്നവൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രസംഗം കേൾക്കുന്നവനല്ല, അവൻ എന്ത് ചെയ്യുന്നു? കർത്താവിൽ പണിയപ്പെടുന്നവനെങ്കിൽ അനുസരിക്കുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ അനുസരണ ജീവിതം ആരംഭിക്കുന്നു. അതാണ് ആത്മീയ ജീവിതം. ആത്മീയ ജീവിതം, അനുസരണ ജീവിതം. ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയെടുത്താട്ടെ. സ്പിരിച്വൽ ലൈഫ് ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഒബീഡിയൻസ്. സ്മോൾ ലെറ്ററിൽ എഴുതല്ല, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. ആത്മീയ ജീവിതം, അനുസരണ ജീവിതം. ആത്മീയ ജീവിതം, അനുസരണ ജീവിതം. ആത്മീയ ജീവിതം അടിച്ചു മാറ്റുന്ന ജീവിതമല്ല. ആത്മീയ ജീവിതം റബലിയസ് അല്ല. റോമർ 5:12 ആദാമ്യ സന്തതി അനുസരണക്കേടിന്റെ സന്തതി, ക്രിസ്തുവിന്റെ സന്തതി അനുസരണത്തിന്റെ സന്തതി. ഒരിക്കൽ കൂടെ, ആദാമിന്റെ സന്തതി അനുസരണക്കേടിന്റെ സന്തതി. ആദാമിന്റെ സന്തതി അനുസരണക്കേടിന്റെ സന്തതി. ആദാം അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്തു. എന്നാൽ ക്രിസ്തുവിന്റെ സന്തതി അനുസരണത്തിന്റെ സന്തതി. എന്തുകൊണ്ട്? ക്രിസ്തു അനുസരിച്ച് ജീവനും സമൃദ്ധിയായ ജീവനും നമുക്ക് നൽകുന്നു. ക്രിസ്തുവിൻ്റെ മക്കൾ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ടെ. ക്രിസ്തുവിൻ്റെ മക്കളെങ്കിൽ നിങ്ങൾ അനുസരിക്കും. സ്നാനം അനുസരിക്കും, വേർപാട് അനുസരിക്കും, തിരുവചനം അനുസരിക്കും, ദൈവത്തെ അനുസരിക്കും. ആരെങ്കിലും പറഞ്ഞിട്ടല്ല, പറയാതെയും അനുസരിക്കും. പറഞ്ഞിട്ടനുസരിക്കുന്നെങ്കിൽ മക്കൾ, പറയാതെ അപ്പൻ്റെ ഹൃദയം നോക്കി അനുസരിക്കുന്നെങ്കിൽ പ്രിയ മക്കൾ. പറഞ്ഞിട്ടനുസരിക്കുന്നെങ്കിൽ മക്കൾ, പറയാതെ അപ്പൻ്റെ ഹൃദയം മനസ്സിലാക്കി അനുസരിക്കുന്നെങ്കിൽ പ്രിയ മക്കൾ. ക്രിസ്തുവിൽ പണിയപ്പെടുന്നവൻ്റെ പ്രത്യേകത, അവൻ കർത്താവിൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നു. കർത്താവിൽ ഒന്നായിരിക്കുന്നു, കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവിനെ അനുസരിക്കുന്നു. 21-ാം വാക്യം വീണ്ടും നോക്കിയാട്ടെ. ഞാനും അവനെ സ്നേഹിച്ച, അതിൻ്റെ സ്തോത്രം സെക്കൻഡ് പാർട്ട്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് എന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. വീണ്ടും ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ലോക്ക്ഡൗൺ കാലയളവിൽ വെളിപ്പെടുത്തുന്നു. കർത്താവ് നിങ്ങളെ വെളിപ്പെടുത്തും. പണിയപ്പെടുന്ന വിശ്വാസിയുടെ പ്രത്യേകതയാണ് വെളിപ്പെടുത്തുന്നു. പുതിയ അന്യഭാഷയായി, പുതിയ പ്രാർത്ഥനകളായി, പുതിയ ദൂതകളായി, പുതിയ അഭിഷേക ശുശ്രൂഷകളായി ഒരു വർധനവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നെങ്കിൽ അത് ന്യൂ സെറ്റ്സ് ഓഫ് റെവലേഷനാണ്. ഐ എൻകറേജ് യു, ഈ ദിവസങ്ങൾ അടുത്ത അധ്യായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടട്ടെ. അടുത്ത അധ്യായങ്ങൾ വെളിപ്പെടട്ടെ. ഈ ലോക്ക്ഡൗൺ നിങ്ങൾ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. റിയലി ലോക്ക്ഡൗൺ എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ 14 മാസമായി എന്തോ സന്തോഷം എന്നറിയാലോ, എന്തോ സന്തോഷം എന്നറിയാം. കാരണം ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കാണണ്ട, മനുഷ്യരെ കാണാതിരിക്കുന്ന ഇപ്പം ഏറ്റവും ഭയങ്കര സന്തോഷം. ലോക്ക്ഡൗൺ ഒരു അഡിക്റ്റായി തീർന്നിരിക്കുക. കാര്യം എന്താ? ഈ വെളിപ്പാട് പലപ്പോഴും കിട്ടുന്നത് ചന്തയിലല്ല, വെളിപ്പാട് കിട്ടുന്നത് കൺവെൻഷൻ ഗ്രൗണ്ടിലല്ല, വെളിപ്പാട് കിട്ടുന്നത് ജീവിതത്തിൻ്റെ പത്മോസിലാണ്. അടച്ചു പൂട്ടിയിരിക്കുന്ന സ്തോത്രം, അതേ, ഒരു പത്മോസ് നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ പത്മോസിലാണ് കർത്താവിൻ്റെ വെളിപ്പാട് വെളിപ്പെടുന്നത്. ഞാൻ എന്നെ സ്നേഹിച്ച് ഞാനും അവനെ സ്നേഹിച്ച്, ഞാനും അവനെ സ്നേഹിച്ച്. യേശു പറയുക, ഞാനും അവനെ സ്നേഹിച്ച് എന്ന് പറഞ്ഞാൽ ഈ ദൂത് കേൾക്കുന്ന നിന്നെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. തീർന്നു, ഞാൻ നിർത്തി. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. 15 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 5-ാമതായി സ്തോത്രം, അതെ, യോഹന്നാൻ 14:23 സ്വർഗത്തിൻ്റെ ബ്രാഞ്ച് ഓഫീസ് ആകുന്നു. ഹല്ലേലൂയ. 23-ാം വാക്യം. പണിയപ്പെടുന്ന വിശ്വാസിയുടെ അവസാനത്തെ ലക്ഷണം, യേശുവിനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും.
ഞങ്ങൾ അവനോടുകൂടെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഒരു പ്രസംഗ 2 മണിക്കൂർ വേണം. സ്തോത്രം. ദ പിനക്കിൾ ഓഫ് ന്യൂ ടെസ്റ്റ്മെന്റ്, പുതിയ നിയമത്തിന്റെ എവറസ്റ്റ്. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് വാസം ചെയ്യും. ഇത് പഴയ നിയമത്തിന്റെ പാറ്റേൺ അല്ല ബ്രദർ. പഴയ നിയമത്തിൽ വെയിൽ ആറുന്ന സമയത്ത് മാത്രമേ ഇറങ്ങി വന്നു. പഴയ നിയമത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ മാത്രം അവൻ ഇറങ്ങി വന്നു. സിനായി മലയിൽ വന്നു, പിന്നെ പോയി. സ്തോത്രം. പഴയ നിയമത്തിൽ ചില ദൈവദാസന്മാരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു, പിന്നെ ദൈവത്തിന്റെ ആത്മാവ് പോയി, പിന്നെ അവനെ കാണുന്നില്ല. പഴയ നിയമത്തിൽ വിസിറ്റേഷൻ ആയിരുന്നു. പഴയ നിയമത്തിൽ വിസിറ്റേഷൻ ആയിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ഹാബിറ്റേഷൻ ആണ്. ഹാബിറ്റേഷൻ, അവനോട് കൂടെ വന്ന് വാസം ചെയ്യുന്ന. പുതിയ നിയമത്തിൽ അവൻ ദൈവം നിന്നോട് വസിക്കുന്നു. ആര് വസിക്കുന്നു? ദൂതനാണോ? അല്ല. പരിശുദ്ധാത്മാ മാത്രമാണോ? അല്ല. ഐ എം സോറി, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ആ വാക്യം സ്തോത്രം കൊരിന്ത്യർ ലേഖനത്തിൽ 3 സ്ഥലത്തുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ആ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരത്തിൽ ആര് വസിക്കുന്നു? എൻ്റെ പിതാവ് സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് വാസം ചെയ്യും. തൃത്വത്തിൽ രണ്ടാമൻ പറയുകയാണ്, ഞാനും പിതാവും വന്ന് അവരിൽ വാസം ചെയ്യും. ഓൾറെഡി പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായിരിക്കുന്ന നിന്നിൽ പിതാവും പുത്രനും കൂടെ വന്ന് വസിക്കുന്നു. ട്രിനിറ്റി, ട്രൈബീൻ ഗാഡ്, അവൻ നിന്നിൽ വസിക്കുന്നു. ഷെടാപാടെ, ഞാനിതുവരെ വിചാരിച്ചത് പിതാവ് സ്വർഗത്തിലാണ്, പുത്രൻ വലതുഭാഗത്താണ്, പരിശുദ്ധാത്മാവിടെ കൂടെ ഇവിടെ കൂടെ അതേ നമ്മെ ഭൂമിയിൽ നയിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ക്രിസ്തുവിൽ പണിയപ്പെടുന്നതായ ഒരു ദൈവത്തിൻ്റെ പൈതലാണ് എങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിന്നിൽ വസിക്കുന്നു. നിങ്ങൾ ആരാണ്? നിങ്ങൾ സ്വർഗത്തിൻ്റെ ബ്രാഞ്ച് ഓഫീസാണ്. സ്വർഗത്തിൽ കർത്താവ് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമിയിലും നിങ്ങളെ അവൻ നിറച്ചിരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു.